എങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് ഈ ഫണ്ടിനെ എങ്ങനെ കൈകാര്യം ചെയ്യുക. അപ്പോൾ അത് വളരെ വിശദമായിട്ട് പഠിപ്പിക്കാനായിട്ട് ഈ 1 മണിക്കൂറൊന്നും അല്ലെങ്കിൽ ഒരു 45 മിനിറ്റൊന്നും നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് ഒത്തിരി സംശയങ്ങൾ ഇതിനെപ്പറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു നമ്മൾ ഈ പഠനത്തിലൊക്കെ നമ്മളൊരു സർട്ടിഫിക്കറ്റ് ലെവൽ, ഡിപ്ലോമ ലെവൽ, ഡിഗ്രി ലെവൽ, PG ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ ആണ് കുട്ടികളുടെ പഠനത്തെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് ലെവലിലുള്ള ഒരു മിനിമം അണ്ടർസ്റ്റാൻഡിങ് നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം കൂടുതൽ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് വീണ്ടും നമുക്കത് അടുത്ത ലെവലിലേക്കൊക്കെ എത്തിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇടയിൽ നമുക്കറിയാമല്ലോ എന്തിനാണ് ഈ നമുക്ക് കണക്കുകൾ എഴുതുക എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താ? എന്തിനീ കണക്കെഴുതും? ഇപ്പോൾ ജീവിതത്തിൽ കണക്കെഴുതി ശീലിച്ചിട്ടുള്ള ആളുകൾ എത്ര പേരുണ്ടോ എന്ന് കൈവക്കാവോ? സ്വന്തം കണക്കുകൾ എഴുതുന്ന ആളുകൾ. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് കണക്ക് എഴുതാത്ത ആളുകളാകുമ്പോൾ നമ്മൾ ചർച്ചിൻ്റെ കണക്ക് എഴുതണമെന്ന് എന്തിനാണ് ശാഠ്യം പിടിക്കുന്നത്? നമുക്കൊരു കണക്കും ആവശ്യമില്ല, ഒരു കണക്കും ഇല്ല, ഒരു തൊപ്പിയും ഇല്ലാത്ത ആളുകൾ, കണക്കും തൊപ്പിന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലാത്ത ആളുകൾ ചർച്ചിന് കണക്ക് എഴുതണമെന്ന് പറയുന്നത് എന്തിനാണ്? അപ്പോൾ അവിടെയൊക്കെ ഈ സഹോദരൻ പറഞ്ഞ പോലെ ചില പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട് അതിൻ്റെയൊക്കെ പുറകിൽ. അപ്പോൾ അതൊന്നുമല്ല നമ്മളെ ഇതിന് നയിക്കേണ്ടത്. എല്ലാ സ്ഥാപനങ്ങൾക്കും കണക്കുകൾ എഴുതുന്നത് അതിൻ്റെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ സുതാര്യത, പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രസൻറ്റേഷനാണ്. അപ്പോൾ പലർക്കും ഈ കണക്ക് എഴുതുന്നതിനോട് വിയോജിപ്പുണ്ട്. വിയോജിപ്പെന്ന് പറഞ്ഞാൽ അതിനോടൊരു വിരക്തി എന്ന് വേണം പറയാം. അതിന് അങ്ങനെയുള്ളവരുണ്ട്. അല്ലെങ്കിൽ അതിനൊരു അച്ചടക്കമില്ലായ്മയുടെ പ്രശ്നമുണ്ട്. ചിലർക്ക് കണക്കുകൾ എഴുതുമ്പോൾ അത് വേറൊരാൾ ചോദിക്കാൻ പാടില്ല എന്നുള്ള താല്പര്യങ്ങൾ. ഇപ്പം സ്വന്തം വീട്ടിലെ കണക്ക് എഴുതുമ്പോൾ ഭാര്യ ഒന്നും നോക്കാൻ പാടില്ല. ഞാൻ കണക്കൊക്കെ എഴുതും, പക്ഷെ ഭാര്യയ്ക്ക് അത് അറിയേണ്ട, പിള്ളേരും ചോദിക്കാൻ പാടില്ല. പല ആളുകളും കണക്കെഴുതുമ്പോൾ അങ്ങനെയാണ്. അതെന്താ, ഇതെന്ത് ചിലവായി ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഒരു 1500 രൂപ കാണുന്നുണ്ടല്ലോ, അതെന്താണ്, അത് നീ അറിയണ്ട. അങ്ങനെയാണ് പലപ്പോഴും. ഇത് തന്നെയാണ് ഈ ചർച്ചിനകത്തും ചിലപ്പോൾ കയറി വരുന്നത്. അതൊന്നും ചോദിക്കാൻ പാടില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ സുതാര്യതയെ, നമ്മുടെ പരസ്പര വിശ്വാസത്തെ എടുത്തു കളയും. മനുഷ്യനൊരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കാനല്ലല്ലോ ദൈവം സൃഷ്ടിച്ചത്. മനുഷ്യന് തുണയെ കൊടുത്തു, തുണയിൽ നിന്ന് സന്താനങ്ങളെ ഉൽപ്പാദിപ്പിച്ച് ഭൂമി മുഴുവൻ നിറഞ്ഞ ഒരു സമൂഹമായി ദൈവത്തിൻ്റെ പ്രതിനിധികളായി ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. പക്ഷേ അതെല്ലാം വഷളത്വത്തിൽ പോയി. നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുകയും മത്സരിക്കുകയും ശങ്കിക്കുകയും സംശയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ പരിപാടി ഏറ്റവും മനോഹരമായ പരിപാടിയും സഭയാണെങ്കിൽ ആ സഭയുടെ കണക്കുകളൊക്കെ കൃത്യമായിട്ട് എഴുതാനായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ സുതാര്യത മാത്രമല്ല, പല തീരുമാനങ്ങൾ എടുക്കുവാൻ കണക്കുകളുണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. ഒരു വർഷം സഭയ്ക്ക് എത്രമാത്രം വരുമാനം ഉണ്ടാകും, എന്തൊക്കെ നമുക്ക് ചിലവാക്കണം, അത് എവിടെയൊക്കെ ചിലവാക്കണം എന്നൊക്കെ ഒരു ഇത് ഇപ്പോൾ സഹോദരൻ തന്നെ പറഞ്ഞു 50% എന്തിനു മാറ്റിവെക്കണമെന്നാണ് പറഞ്ഞത്, മിഷന് മാറ്റിവെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സഹോദരൻ പറഞ്ഞ ഒരു നിർദ്ദേശമാണ്. അത് നിങ്ങൾ അങ്ങനെ തന്നെ എടുക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പക്ഷേ അതിനൊക്കെ നമുക്ക് ചില അപ്പോൾ ഈ 50% എന്ന് പറഞ്ഞാൽ 50% എന്തിൻ്റെ അതറിയത്തില്ല. അങ്ങനെ പറഞ്ഞ കാര്യം ശരിയാവും. എന്തിൻ്റെ 50% എടുക്കണ്ട? അപ്പോൾ അത് എഴുതിയിട്ടില്ല, കണക്കെഴുതിയോ ഇല്ല, പിന്നെ ഇങ്ങനെ നമ്മൾ അറിയുന്നത്. അപ്പം കൃത്യമായിട്ടൊക്കെ അത് ചെയ്താലേ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുള്ളൂ. സഭയുടെ അതോറിറ്റി അല്ലെങ്കിൽ ലീഡർഷിപ്പിലുള്ള ആളുകൾക്ക് തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ അങ്ങനെയാണ്. അതുകൊണ്ടാണ് എല്ലാ സ്ഥാപനങ്ങൾക്കും കണക്കിൻ്റെ ഒരു അവസ്ഥ വന്നത്. നമ്മുടെ കണക്കുകളൊക്കെ എഴുതുന്നത് നമുക്കറിയാം, അതിങ്ങനെ റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം അത് പ്രസൻറ്റ് ചെയ്യണം. വേണ്ടേ? എഴുതിയ കണക്ക് എവിടെയെങ്കിലും അലമാരി വെച്ച് പൂട്ടിയാൽ മതിയോ? പലരും ചെയ്യുന്നത് അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണക്ക് എഴുതുന്നുണ്ടോ? ഉണ്ടോ? എവിടെയുണ്ട്? അലമാരിക്ക് അതിരിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് പ്രസൻറ്റ് ചെയ്യണ്ടേ? പ്രസൻറ്റ് ചെയ്യുന്ന പരിപാടിയൊന്നും എന്തിന് പ്രസൻറ്റ് ചെയ്ത്? പലർക്കും കണക്ക് പ്രസൻറ്റ്, വർഷങ്ങളായിട്ട് കണക്കുകൾ അവതരിപ്പിക്കാത്ത സഭകളുണ്ടെന്ന് ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. വർഷങ്ങളായിട്ട് കണക്ക് സഭയിൽ പ്രസൻറ്റേഷനൊന്നുമില്ല. അപ്പോൾ കണക്കുകൾ എഴുതുക, സൂക്ഷിക്കുക, അത് പ്രസൻറ്റ് ചെയ്യുക, അത് ഇൻ്റർപ്രറ്റ് ചെയ്യണം, വ്യാഖ്യാനിക്കണം. കണക്കുകൾ വ്യാഖ്യാനിച്ചാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ആളുകൾ. നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ ശമ്പളം മേടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാരാണ്? ഫിനാൻഷ്യൽ എക്സ്പേർട്സാണ്. സാമ്പത്തിക വിദഗ്ധന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നത് ലോകത്ത്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ആളുകൾക്കൊക്കെ ഉണ്ടാവും, പക്ഷേ അവരെക്കാൾ കൂടുതൽ പൈസ ഉണ്ടാക്കുന്നവർ ഇവരാണ്. അപ്പോൾ ഞങ്ങൾ ബാങ്കിൽ ഈ ട്രഷറി ബ്രാഞ്ച് എന്ന് പറഞ്ഞ ബ്രാഞ്ചുണ്ട്.
ഞാൻ അതിനകത്ത് കുറച്ച് നാൾ വർക്ക് ചെയ്തതാണ്. ഇപ്പോൾ ട്രഷറി ബ്രാഞ്ചിൽ സെക്കൻഡുകൾക്കാണ് 3-4 സ്ക്രീനുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സ്ക്രീനുകളിൽ ഇങ്ങനെ ഷെയർ മാർക്കറ്റിൻ്റെയും ഡോളറിൻ്റെയും അതുപോലെ ഇന്ത്യൻ റുപ്പീസിൻ്റെയും ഒക്കെ വില ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. സെക്കൻഡുകൾക്കാണ് വ്യത്യാസം വരുന്നത്. ഒരു സെക്കൻഡ്, സ്പ്ലിറ്റ് സെക്കൻഡിലൊക്കെ ഡിസിഷൻ എടുക്കണം. $10 ലക്ഷം വരുന്നു എന്ന് പറയുമ്പോൾ $10 ലക്ഷം വാങ്ങണോ, കൊടുക്കണോ, മേടിക്കണോ, സൂക്ഷിക്കണോ എന്നൊക്കെ തീരുമാനം എടുക്കേണ്ട സ്പ്ലിറ്റ് സെക്കൻഡിലാണ്. അപ്പം അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന ആളുകൾക്ക് അതുപോലെ ടെൻഷനാണ് അവർക്ക്. അപ്പോൾ അവർക്ക് അതുപോലെ പൈസ കൊടുക്കും. ഭയങ്കര ട്രെയിനിങ് ആണ് അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത് ഈ കണക്ക് എഴുതുന്നതിൻ്റെ ആവശ്യകതയെ നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്താൻ. നമുക്കിപ്പോൾ അതൊന്നുമല്ലല്ലോ നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഈ കണക്ക് എഴുതുകയും അത് കൃത്യമായി പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മളോടുള്ള വിശ്വാസ്യത. മാത്രം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നന്നായി ചെയ്തു എന്നുള്ള ഒരു ബോധ്യം, ഒരു സമാധാനമുണ്ട്. എനിക്ക് ഈ കണക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി, പ്രത്യേകിച്ച് ഞാൻ ബാങ്കിലൊക്കെ ആയിരുന്നുകൊണ്ട് ഈ കണക്ക് സംബന്ധമായ കാര്യങ്ങൾ പലരുമായിട്ട് സംസാരിക്കാനും ഒക്കെ ഇടയായിട്ടുള്ളതുകൊണ്ട് നമ്മുടെ തന്നെ സഭകളിൽ പല ആളുകളുമായിട്ട് അവരുമായിട്ടുള്ള ചർച്ചകളിലൊക്കെ പലപ്പോഴും കണക്കുകളെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് വളരെ രസകരമായ ഒത്തിരി അനുഭവങ്ങളൊക്കെ ഉണ്ട്. പല ആളുകളെയും ചിലപ്പോൾ അവരുടെ തെറ്റുകൾ തിരുത്താനായിട്ട് അല്ലെങ്കിൽ അവരുടെ ധാരണകളെ തിരുത്താനായിട്ടൊക്കെ ഇടയായിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞു പോകാനായിട്ട് അത്ര സമയം ഇല്ലാത്തതുകൊണ്ട് ഞാനതൊക്കെ തൽക്കാലം അങ്ങ് സ്കിപ്പ് ചെയ്യാണ്. എപ്പോഴെങ്കിലും അവസരം വരുമ്പോൾ പറയാം. ചർച്ചിൻ്റെ കണക്കുകൾ എഴുതുന്ന ശുശ്രൂഷ ചെയ്യുന്നവർ, അതെ, അങ്ങനെയും കുറേ പേരുണ്ട്. ബാക്കിയുള്ളവർക്ക് ഇത് താല്പര്യം ഇല്ലാതെ ഇരിക്കരുത്. കാരണം എഴുതുന്നവർ അതങ്ങനെ തന്നെയാണോ ചെയ്യുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എഴുതാത്തവരും എഴുതുന്ന രീതി മനസ്സിലാക്കുന്നതല്ല. അപ്പോൾ അത് വളരെ പ്രയോജനകരമായിരിക്കും. അതൊന്നും നമ്മൾ ആളുകളെ ചോദ്യം ചെയ്യാനല്ല, നമുക്കൊരു ട്രസ്റ്റ് വേണം. എന്തായിരുന്നാലും നമ്മളൊരു കാര്യം ഒരാളെ ഏൽപ്പിക്കുമ്പോൾ ആ മനുഷ്യനെക്കുറിച്ച് നമുക്കൊരു ട്രസ്റ്റ് വേണം. ട്രസ്റ്റ് ബ്രീച്ച് ചെയ്യുമ്പോൾ അത് ലംഘിക്കുമ്പോഴാണ് നമുക്ക് അവരെ മാറ്റി വേറെ ആളുകളെ ആക്കേണ്ടത്. അപ്പോൾ അതുവരെ ട്രസ്റ്റ് ചെയ്യാം. അപ്പോൾ പല കാരണങ്ങളാലും അത് ഈ ട്രസ്റ്റുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പലയിടങ്ങളിലും ഒരാളങ്ങ് വിശ്വസിച്ച് കഴിയുമ്പോൾ അങ്ങ് അദ്ദേഹത്തെ തന്നെ ഏൽപ്പിക്കും. വർഷങ്ങളോളം അത് എഴുതിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ സഹോദരനല്ലേ, പുള്ളി എഴുതുന്നത് ഇതുവരെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ കണ്ണുറച്ച് വിശ്വസിക്കും. ഈ സാത്താൻ കയറി വരുന്നത് എപ്പോഴാണെന്ന് നമുക്കറിയില്ല. ഏത് സമയത്തും സാത്താൻ പല വിധത്തിൽ കയറി വരും. ഈ നമ്മൾ വിശ്വസിച്ച ഒരു സഹോദരൻ ചിലപ്പോൾ 2 വർഷം കഴിയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാത്തൊരു സഹോദരനായി മാറുന്നു എന്ന് ഈ സഭയിലുള്ളവർ പോലും അറിയില്ല. എന്താ സംഭവിക്കുന്നത് അറിയില്ല. കാരണം അതുകൊണ്ടാണ് ഈ സുതാര്യതയും അതിന് ചെക്ക് ആൻഡ് മെഷേഴ്സും ഒക്കെ വേണമെന്ന് പറയുന്നതിൻ്റെ കാരണം. അങ്ങനെ സംഭവിക്കുമ്പോൾ അതൊന്നും എന്തായി തോന്നരുത്, നമ്മളൊരാളെ ചോദ്യം ചെയ്യുന്ന പോലെ തോന്നരുത്. ഞാനൊരിക്കലും ഒരു സഭയിലെ ഒരു നിർദ്ദേശം കണക്കെഴുതുന്നതിനെ സംബന്ധിച്ച്, അപ്പോൾ എഴുതുന്ന ആൾ വളരെ യോഗ്യനായ വളരെ വിശ്വസ്തനായ ആളാണ്, ഒരു ഇതുമില്ല. അപ്പോൾ ഞാനത് എൻ്റെ ഒരു അഭിപ്രായം പറയുക എന്നുള്ളത്, ഒരു കാര്യം നന്നായി ചെയ്യാനായിട്ട് ഒരു അഭിപ്രായം പറയുന്നത് നമ്മുടെയൊക്കെ സ്വഭാവമാണ്. പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരാളായതുകൊണ്ട് വേറെ ആരും കേട്ടിട്ടില്ല, അദ്ദേഹം മാത്രമേ കേട്ടിട്ടുള്ളൂ. അദ്ദേഹത്തോട് ഞാനിങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അന്നേരം പറഞ്ഞ പുള്ളി ഒഫൻഡഡായി. എന്നാൽ പിന്നെ സഹോദരൻ അങ്ങ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം ഞാനൊരിക്കലും അത് പ്രതീക്ഷിച്ചില്ല. കാരണം അങ്ങനെയല്ല, അത് ഉദ്ദേശിച്ചല്ല. അതാണ് ഇന്നത്തെ ലോകം എന്ന് പറയുന്നത്. വളരെ സെൻസിറ്റീവാണ് ഈ വിഷയം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളോടൊക്കെ ഇടപെടുമ്പോഴും അത് ഹാൻഡിൽ ചെയ്യുമ്പോഴും ഒക്കെ വളരെ സെൻസിറ്റീവായ ഒരു കാര്യമാണെന്നുള്ളതും കൂടി ഓർത്തോണം. സെൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത് ദുർബലത കൂടുതലുണ്ട് മനുഷ്യൻ്റെ. ഈ സമ്പത്ത് സഹോദരൻ പറഞ്ഞ് ഓർപ്പിച്ചില്ലേ, ഒരുത്തിൻ്റെ സമ്പത്തിനോടുള്ള ആറ്റിറ്റ്യൂഡാണ് അവൻ്റെ വിശ്വാസത്തിൻ്റെ ആഴത്തെ പരിശോധിക്കുന്നത്. വിശ്വാസത്തിൻ്റെ ആഴത്തെ പരിശോധിക്കാൻ ഒറ്റ കാര്യം ചെയ്തു, അവൻ്റെ പൈസയെ കയറി ഒന്ന് തോണ്ടിയാൽ മതി, അപ്പോൾ അറിയാം. ഒരു സംശയമില്ല. പൈസയൊക്കെ ഞാൻ ബാങ്കിലിരുന്നാണ് വർഷങ്ങളോളം ഇരുന്നിട്ട് പൈസ മനുഷ്യൻ എങ്ങനെയാണ് പണം കൈകാര്യം ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും ഈ ശുശ്രൂഷയ്ക്ക് വടക്കേന്ത്യയിലോട്ടൊക്കെ പോകുമ്പോൾ ദൈവം എന്നെ കൊണ്ടുപോയ വഴികളിൽ എനിക്ക് വളരെ സന്തോഷം. ഞാൻ ഒരിക്കലും ഒരു ബാങ്കിലിരിക്കാൻ ആഗ്രഹിച്ച ആളല്ല, പക്ഷേ അവിടെയാണ് എന്നെ ദൈവം സ്ഥാപിച്ചത്. അവിടെ ഇരുന്ന് മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ സമ്പത്തിനെ സംബന്ധിച്ചുള്ള എല്ലാ മേഖലകളും പഠിക്കാനായിട്ട് എനിക്കിടയായി. അതുപോലെ മനുഷ്യരെക്കുറിച്ചും. അപ്പോൾ അത് വെച്ച് എനിക്കറിയാം ആളുകളുടെ, നമ്മൾ പുറമേ കാണുന്ന ആളുകളുടെ അവരുടെ ഭാവം പ്രത്യേകിച്ച് സമ്പത്തിനോടുള്ള ബന്ധത്തിൽ വളരെ വ്യത്യസ്തമായി. അതുകൊണ്ടത് ഞാൻ വളരെ കൃത്യമായി നേരിട്ട് കണ്ടിട്ടുണ്ട്, അനുഭവങ്ങളിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ സമ്പത്തെന്ന് പറയുന്ന കാര്യം, പണം നമ്മുടെ സ്വന്തമാകട്ടെ മറ്റുള്ളവരുടെ ആകട്ടെ ചർച്ചിൻ്റെ ആകട്ടെ വളരെ സെൻസിറ്റീവായ ഒരു കാര്യമാണ്. അത് സൂക്ഷിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ കണക്കുകൾ എഴുതുന്നതിനെക്കുറിച്ചാണല്ലോ പഠിക്കാൻ വരുന്നത്. നമ്മുടെ സമയം നീണ്ടു പോകുന്നുണ്ട്. ഞാൻ പറയാം, അതിന് ബുക്ക് കീപ്പിംഗ് എന്നാണ് പറയാം. ബുക്ക് കീപ്പിംഗ്. ഇപ്പം നമ്മൾ അക്കൗണ്ടൻസി പഠിക്കാൻ പോവില്ല, അതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളും ഡെഫിനേഷനൊന്നും പറയുന്നില്ല. അത് കൊമേഴ്സൊക്കെ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ അക്കൗണ്ടൻസി പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം. പുസ്തകങ്ങൾ എഴുതുക എന്ന് പറഞ്ഞാൽ കണക്ക് പുസ്തകം എഴുതുക എന്ന് മലയാളത്തിൽ പറയുന്ന സാധനം.
അപ്പോൾ ഈ കണക്ക് പുസ്തകം എഴുതുക പറയുന്നത് ഈ ബിസിനസ്സൊക്കെ കൊണ്ടു നടക്കുന്നവർക്ക് അറിയാം എന്തൊക്കെ ബുക്കുകളുണ്ടെന്നുള്ളത്. അപ്പോൾ അതിന് ജേണൽസ് എന്ന് പറയും, ലെഡ്ജേഴ്സ് എന്ന് പറയും, സബ്സിഡിയറി എന്ന് പറയും, ക്യാഷ് ബുക്ക് എന്ന് പറയും, അങ്ങനെ പല പുസ്തകങ്ങളൊക്കെയാണ് അവർ എഴുതുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഉദാഹരണത്തിന് ഒരു മാസം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു മാസത്തെ അതിൻ്റെ ഒരു കൺസോൾഡേറ്റഡ്, അതിൻ്റെ എന്താ പറഞ്ഞത്, അതിനെല്ലാം ചേർത്ത് വെച്ചൊന്ന് എഴുതിയതൊക്കെ ശരിയാണോ എന്ന് പരിശോധിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അതിന് ട്രയൽ ബാലൻസ് ഒന്നും അങ്ങനെയുള്ള പല ടെക്നിക്കൽ ടേംസ് ഒക്കെ ഉണ്ട്. അതെല്ലാം അക്കൗണ്ടൻസി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. തൽക്കാലം അതൊന്നും ഞാൻ പഠിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ഡിപ്ലോമയിലോ ഗ്രാജുവേഷനിലോ ഒക്കെ പഠിക്കേണ്ട സമയത്ത് നമുക്ക് പഠിപ്പിക്കാം. അപ്പോൾ അതൊക്കെ പറയാൻ പോയാൽ അതൊന്നും നിങ്ങളുടെ തലയിലോട്ട് കയറുകയില്ല. ഞാൻ പറഞ്ഞ് വെറുതെ സമയം കളയാവുന്നുള്ളതല്ലാതെ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് ഈ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ കണക്ക് എഴുതണം. അതിനൊരു കണക്ക് പുസ്തകം ഉണ്ടാവാം. നമുക്ക് തൽക്കാലം അതിനെ ക്യാഷ് ബുക്ക് എന്ന് പറയാം. കാരണം നമ്മുടെ എല്ലാ ഇടപാടുകളിലും ഏകദേശം എൻ്റെ ഒരു ഓർമ്മയിൽ, അറിവിൽ ഏകദേശം ഒരു 80% ഇടപാടുകളും എന്തിലാണ്? ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്, അല്ലേ? നമ്മുടെ ഓഫറിങ്സൊക്കെ, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇവിടെ ഏത് രീതിയിലാണ് നമുക്ക് സഭയ്ക്ക് കൊടുക്കാൻ കഴിയുന്നത്, സഭയ്ക്ക് കൊടുക്കണമെന്നുള്ളതിനെക്കുറിച്ച് കേട്ടല്ലോ. ഇനി അത് എങ്ങനെ കൊടുക്കണം എന്നുള്ളൊരു ഇതുണ്ടല്ലോ. ക്യാഷായിട്ട് കൊടുക്കണോ, സാധനമായിട്ട് കൊടുക്കോ? ഈ പൗലോസിൻ്റെ കാലത്ത് എന്താ ക്യാഷാണോ കൂടുതലുണ്ടായിരുന്നത്, സാധനങ്ങളായിരുന്നു കൂടുതൽ? പലപ്പോഴും സാധനങ്ങളാണ്. ആ സാധനമൊക്കെ അവർ പശുവായിട്ടും കോഴിയായിട്ടും ഒക്കെയാണ്. ഞാൻ പണ്ട് നമ്മുടെ ഗ്രഹാം സ്റ്റെയിൻസിനെ കൊന്ന ആ ജില്ലയിലെ ഒരിക്കൽ ഒരു സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വളരെ ഇന്ത്യയുടെ ഒരു കാട്ടുപ്രദേശത്ത് പോയി. അപ്പോൾ അവിടെ ഒരു സഭയിലായിരുന്നു. എനിക്ക് കിട്ടിയ ഒരു സഭ അവിടെയായിരുന്നു. അപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ അവിടെ ചെന്ന് പോയപ്പോൾ ഒരു ഭാഷ എനിക്കൊന്നും അറിയത്തില്ല. എനിക്ക് ആകെ അറിയാവുന്ന ഈ മുറി ഹിന്ദിയൊക്കെ അറിയാം. പിന്നെ അത് വെച്ചൊക്കെ വല്ലതും പറഞ്ഞാൽ മതി എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പകുതിയുള്ളൊരു ഹോള്, ഇതിൻ്റെ പകുതി പോലും ഇല്ലാത്തൊരു ഹോളിലാണ്. അപ്പോൾ ഈ ആളുകളെല്ലാം അങ്ങനെ, അതൊരു വളരെ രസകരമായ അനുഭവമായിരുന്നു. പെന്തക്കോസ്റ്റൽ ചർച്ചാണ്. എങ്കിലും അവിടെ പോയി ദൈവവചനം പറയാനൊക്കെ ഇടയായി. അവരുടെ ആ കോലാഹലവും ബഹളവും കേട്ടിട്ട് ഞാൻ വല്ലാതെ ഭയപ്പെട്ടു പോയി. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അത്രമാത്രം കോലാഹലങ്ങളായിരുന്നു. ഈ പെന്തക്കോസ്ത് സഭയിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും പോയത് അവിടെയാണ്. അപ്പോൾ അവിടുന്ന് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പം ഇത് ഹോളിനൊറ്റ വാതിലേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഈ ശബ്ദം ഇങ്ങനെ ഉച്ച സ്ഥായിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എടുത്തു ചാടണമെന്ന് എനിക്ക് തോന്നി. പക്ഷെ പോകാൻ ഒരു വഴിയില്ല. ഞാൻ പെട്ടുപോയി. ഞാനിവിടെയും ബാക്കി ആളുകളെല്ലാം എൻ്റെ ചുറ്റുമാണ്. അപ്പോൾ ഞാൻ അവസാനം ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഈ ചർച്ചിൻ്റെ മുമ്പിൽ നോക്കുമ്പോഴത്തെന്താണ്, കുറേ സാധനങ്ങളായിരിക്കും. പാലുകുപ്പി, അരി, കപ്പ പോലത്തെ എന്തൊക്കെയോ സാധനങ്ങൾ, അങ്ങനെ ഒത്തിരി സാധനങ്ങളായിരിക്കും. ഇത് മുഴുവൻ അവിടുത്തെ പാസ്റ്റർക്കുള്ളതാണ്. ഒരു കണക്കുമില്ല, ഒന്നുമില്ല. കിട്ടിയ പൈസയും പുള്ളി, ഞാൻ നോക്കുമ്പോൾ പുള്ളി എല്ലാം കൂടെ വാരി പോക്കറ്റിലേക്ക് ഇടുന്നത് കണ്ടു. ഇതൊക്കെയാണ് നമ്മൾ പല അനുഭവങ്ങൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കാര്യത്തിലൊക്കെ ദൈവത്തിൻ്റെ വചനപ്രകാരം വളരെ കൃത്യമായ രീതിയിൽ നമ്മൾ ഈ വടക്കേ ഇന്ത്യൻ സഭകളിലൊക്കെ പലയിടത്തും ഈ വരുമാനങ്ങൾ എന്നൊക്കെ പറയുന്നത് പാസ്റ്റർക്കുള്ളതാണ്, അല്ലാതെ അതൊന്നും സഭയ്ക്കുള്ളതല്ല. പാസ്റ്റർ ഇതുകൊണ്ടാണ് ജീവിച്ചു പോകുന്നതാണ് അതങ്ങ് വെപ്പ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ദശാംശത്തിൻ്റെ പിരിവുകളും ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം. ഇത് നമുക്ക് ഇപ്പോഴത്തെ പഠന വിഷയത്തിൽ ചേർക്കാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്യാഷായിട്ടും ചെക്കുകളായിട്ട് ആരെങ്കിലും ഓഫറിംഗ് ബോക്സിൽ ഇടാറുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ ആരും ഇടാറില്ല. പക്ഷേ അമേരിക്കയിലൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് ചെക്കുകളാണ്. അപ്പോൾ ചെക്കുകളായിട്ട്, പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ കണക്കനുസരിച്ചാണ് നമ്മുടെ ബാങ്കിൻ്റെ ട്രാൻസ്ഫർ ചെയ്യാം. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ ചർച്ചിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യാം. ഇങ്ങനെ പല വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കർത്താവിന് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം നമുക്ക് എന്ത് ചെയ്യണം? അക്കൗണ്ട് ചെയ്യണം. എല്ലാത്തിനും നമ്മൾ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ആ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു രീതിയിലാണ് നമ്മുടെ കണക്കുകൾ സൂക്ഷിക്കപ്പെടേണ്ടത്. അപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ പണം, പിന്നെ ഇനി എവിടെ നിന്നൊക്കെയായി പണം വരുന്നത്? അപ്പോൾ സഹോദരൻ നമ്മളെ പഠിപ്പിച്ചു, ഫണ്ട് റേസ് ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ദരിദ്രന്മാരെ ഉത്സാഹിപ്പിച്ച് ഫണ്ട് റേസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കിട്ടുന്ന പണത്തിനാണ് നമ്മൾ ഓഫറിംഗ് എന്ന് പറയുന്നത്. ഈ ഓഫറിംഗ് മാത്രമൊന്നുമല്ല നമ്മുടെ ചർച്ചിന് വരുന്ന വരുമാനങ്ങൾ എന്ന് പറയുന്നത്. അത് മാത്രമായിട്ട് അതിനെ പരിമിതിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വെച്ചാൽ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ചിലപ്പോൾ നമ്മുടെ ഓഫറിങ്സ് അങ്ങനെ എടുക്കും, ചിലപ്പോൾ നമ്മൾ സ്പെഷ്യൽ കളക്ഷൻസ് എടുക്കും. ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളിപ്പോൾ പറഞ്ഞു ചിലവുകളെക്കുറിച്ച് പറഞ്ഞു വന്ന വഴിക്ക് പറഞ്ഞു പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലവാക്കണം. ഒരു ചർച്ച ഒരുമിച്ച് ഒരു ടൂർ പ്രോഗ്രാമിന് പോകണമെന്ന് വിചാരിച്ചാൽ അത് ഓഫറിംഗ് ബോക്സിൽ നിന്നല്ല എടുക്കേണ്ടത്. മറിച്ച് എന്താണ്, ചർച്ചിൻ്റെ ഒരു സന്തോഷ പരിപാടിയാണ്. അങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്ത് ഡേറ്റ് നിശ്ചയിച്ച് സ്ഥലവും നിശ്ചയിച്ച് അതിൻ്റെ ചിലവുകളൊക്കെ ബഡ്ജറ്റ് ചെയ്ത ശേഷം അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ കളക്ഷൻ എടുക്കണം.
അപ്പോൾ അത് സ്പെഷ്യൽ കളക്ഷനായിട്ടാണ് അക്കൗണ്ട് ചെയ്യേണ്ടത്, അല്ലാതെ ഓഫറിംഗ് ബോക്സ് ചെയ്ത് മാറ്റിയെടുക്കുകയല്ലേ. അപ്പോൾ ഇതൊക്കെ ഇവിടെ നടക്കുന്നത് വെച്ചാൽ നമ്മൾ ആ കുത്തഴിഞ്ഞ് കിടക്കുകയാണ്. നമുക്ക് പലതിനും ഒരു ക്രമവും ഇല്ല, ഒന്നുമില്ലാതെ പോയിരിക്കുന്നുണ്ട്. പലപ്പോഴും ആളുകൾക്ക് ഇപ്പോൾ എനിക്കൊരു സംശയം വന്ന ഒരു ചോദ്യം വന്നതാണ്, ഓഫറിംഗ് ബോക്സിൽ നിന്ന് പൈസ എടുത്ത് ടൂറിന് പോകാൻ പാടില്ല. അത് ക്ലിയർ ഉത്തരവാദിത്വം. ഓഫറിംഗ് ബോക്സിൽ വരുന്ന പൈസ എന്തിനാണ്? സഹോദരൻ ഇവിടെ പഠിപ്പിച്ചു കഴിഞ്ഞു, അതിൻ്റെ 50% അങ്ങോട്ട് പോകണം, മിഷൻ ഫണ്ടിലേക്ക് പോകണം. ആ 30% എങ്ങോട്ട് പോകണം? ചർച്ചിൻ്റെ ചിലവുകൾക്ക് പോകണം. ചർച്ചിൻ്റെ ചിലവ് ഓഫറിംഗ് ടൂർ പരിപാടിയല്ല. ബാക്കി ഉള്ളത് പാവപ്പെട്ട മനുഷ്യർക്ക് സഹായിക്കുന്നതിനൊക്കെ ആയിട്ട് നമുക്ക് മാറ്റിവെക്കേണ്ടതാണെങ്കിൽ ഓഫറിംഗ് ബോക്സ് ടൂർ പ്രോഗ്രാമിൻ്റെ എവിടെ നിന്ന് വരും? അങ്ങനെയുള്ളതിന് വേണ്ടിയാണ് നമ്മൾ സ്പെഷ്യൽ കളക്ഷൻസ് എടുക്കുന്നത്. പക്ഷേ നമ്മൾ ഈ സ്പെഷ്യൽ കളക്ഷൻ എടുക്കാൻ പോയാലുള്ളൊരു പ്രശ്നം എന്നാ, നമ്മളുടെ മറ്റേ ബോക്സിൽ വരുന്ന പൈസ കുറഞ്ഞിട്ട് അവിടെ വീഴേണ്ടത് ഇവിടെ വീഴും, അല്ലേ? അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബോധവൽക്കരണം വേണമെന്ന് പറയുന്നത്. അപ്പോൾ ശരിയായ രീതിയിൽ ആളുകൾക്ക് അതിൻ്റെ ബോധവൽക്കരണം കിട്ടുമ്പോൾ അത് മാറി വരും. അപ്പോൾ ഈ സ്പെഷ്യൽ കളക്ഷൻസൊക്കെ നമ്മളൊരു പോകുന്നതിന് തലേദിവസം എടുക്കുന്ന കളക്ഷൻ അല്ല. സഹോദരൻ പറഞ്ഞ പോലെ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ, നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. നമുക്ക് ആണ്ടിലൊരു ടൂർ പ്രോഗ്രാം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആളുകളെ തയ്യാറാക്കണം, മാറ്റിവെക്കുക കുറച്ച്. അതിനാണ് ഫണ്ടെന്ന് പറയുന്നത്. ചർച്ചിൻ്റെ പൈസയുടെ കാര്യങ്ങളെ ചില ഫണ്ടുകളായിട്ട് നമുക്ക് രൂപപ്പെടുത്താം. നമുക്ക് ഇങ്ങനെയുള്ള ഫണ്ടുകൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി, എമർജൻസി ഫണ്ട്, ആരെങ്കിലും സഭയിൽ ഒരാൾ പെട്ടെന്ന് സുഖമില്ലാതായിപ്പോയി, അപ്പം അവരുടെ വീട്ടുകാരില്ല, അവർക്ക് ആരുടെയും പൈസയില്ല, നമ്മുടെ ചർച്ചിൽ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിലേ അതിനൊക്കെ സഹായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നമ്മളൊരു വ്യക്തത വരുത്തുന്ന ഒരു രീതിയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് വരുന്നത് സ്പെഷ്യൽ കളക്ഷൻസ്. പിന്നെ എന്താണ് DG എന്ന് കേട്ടിട്ടുണ്ടോ? DG, ഡെസിഗ്നേറ്റഡ് ഗിഫ്റ്റ്. ഡെസിഗ്നേറ്റഡ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി കവറിൻ്റെ മുകളിൽ എഴുതിയിട്ട് ഓഫറിംഗ് ബോക്സിൽ ഇടുന്ന പൈസയ്ക്കാണ് ഡെസിഗ്നേറ്റഡ് ഗിഫ്റ്റ്. ഡെസിഗ്നേറ്റഡ് ഗിഫ്റ്റിന് ചർച്ചിന് യാതൊരു അധികാരവും ഇല്ല. അത് എന്തിനു വേണ്ടി എഴുതിയിട്ടോ അതിന് തന്നെ കൊടുത്തിരിക്കണം. ചർച്ചിന് എടുക്കാൻ പറ്റുന്ന പൈസയല്ല, പക്ഷേ ചർച്ചിൻ്റെ അക്കൗണ്ടിൽ വരണം. അത് ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഡെസിഗ്നേറ്റഡ് ഗിഫ്റ്റ് എന്ന് പറയുന്ന പൈസ എന്ത് പർപ്പസിന് വേണ്ടി എഴുതിയിട്ടോ ആ പർപ്പസിന് തന്നെ കൊടുത്തിരിക്കണം. അത് കൊടുത്തിരിക്കുന്നവർ ചർച്ചിന് അതായാലും ഒന്നും ചെയ്യാനില്ല, അത് അപ്പുറത്തും ഇപ്പുറത്തും വരും. ഇപ്പം ഞാൻ അതിൻ്റെ അക്കൗണ്ടൻസിയുടെ പ്രിൻസിപ്പിൾ പഠിപ്പിച്ചിട്ടില്ല. കാരണം ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഒരു വശത്തൊരു ഡെബിറ്റ് സൈഡും ഉണ്ട്, മറ്റേ വശത്തൊരു ക്രെഡിറ്റ് സൈഡും ഉണ്ട്. അത് ഇച്ചിരി കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ പറയാം, കാരണം അത് അത്രയും പ്രാധാന്യമുള്ളതല്ലാത്തതുകൊണ്ട്. എഴുതുന്നവർക്ക് മാത്രം അത്യാവശ്യമുള്ളൊരു കാര്യമാണ്, മറ്റുള്ളവരോട് ഇപ്പം പറഞ്ഞാൽ നമുക്ക് പിടികിട്ടുകയില്ല. അപ്പോൾ ഈ ഡെസിഗ്നേറ്റഡ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെസിഗ്നേറ്റഡ്, അതിനുവേണ്ടി നിശ്ചിത ഉദ്ദേശത്തിന് വേണ്ടി എഴുതിയിടുന്ന ആ ഗിഫ്റ്റ് അല്ലെങ്കിൽ പണം, അതൊരു കവറിനകത്തായിരിക്കും. ആ കവറിനകത്ത് ഇടുന്ന പൈസ അങ്ങനെ തന്നെ ആ ഉദ്ദേശത്തിന് വേണ്ടി മാറ്റിവെക്കണം. അത് സഭ അതിനു വേണ്ടി എന്തു എഴുതണം? അത് അങ്ങനെ തന്നെ കണക്കെഴുതണം. അപ്പോൾ അങ്ങനെ ഒരു വരുമാന സ്രോതസ്സുണ്ട്. പിന്നെ നമുക്കറിയാം, ചിലപ്പോൾ സഹോദരന്മാർ ചിലപ്പോൾ സഭയുടെ എന്തെങ്കിലും പരിപാടിക്ക് വേണ്ടി ടെമ്പററി ആയിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന പൈസ എടുത്തു തരും. ഇല്ല, അങ്ങനെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ജനറൽ ക്യാമ്പൊക്കെ നടത്തുമ്പോൾ, ഞാൻ കീഴിൽ ജനറൽ ക്യാമ്പിന് 2 പ്രാവശ്യം എൻ്റെ ഫിനാൻഷ്യൽ കൺവീനറായിരുന്നു. അപ്പോൾ ക്യാമ്പ് നടത്താൻ പോകുമ്പം അവിടെ ഓഫറിംഗ് ബോക്സും പരിപാടി ഒന്നുമില്ല, ആരുടെയും പൈസയിലൊന്നുമില്ല. അപ്പോൾ ഏതെങ്കിലും സഹോദരന്മാർ പറയും, ഓരോരുത്തർ 10,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ ഒക്കെ വെച്ച് ഓരോരുത്തരുണ്ടായി എൻ്റെ കയ്യിൽ തരും. ഞാനതെല്ലാം കണക്കെഴുതി വെക്കും. ഇതെല്ലാം ടെമ്പററി അഡ്വാൻസുകളാണ്. എന്താണ്? ഇതെല്ലാം തിരിച്ചു കൊടുക്കണ്ട അവർക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ പൈസ വരും. ഇതൊക്കെ കണക്കിനകത്ത് വരേണ്ട കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞത് നമ്മളെല്ലാത്തിനെയും ഈ ഓഫറിംഗ് ബോക്സ് എന്ന് പറഞ്ഞ ഒറ്റ സാധനം മാത്രം നമ്മുടെ തലയിരിക്കരുത്. ഒരു പ്രസ്ഥാനം കൊണ്ടു നടക്കുമ്പോൾ ഇതെല്ലാം അതിൻ്റെ പാർട്ടാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ടെമ്പററി ആയിട്ട് തരുന്ന ആരാണോ സഹോദരൻ തന്ന ആ സഹോദരൻ്റെ പേരിൽ അത് കണക്കെഴുതി കൊടുക്കും. ആ കണക്കെഴുതി നമ്മുടെ പരിപാടി നടന്നു കഴിയുമ്പോൾ അതിന് വേണ്ടി വന്ന വരുമാനത്തിൽ നിന്ന് അതെടുത്ത് അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കും. ഇതൊക്കെ നമ്മൾ കണക്കെഴുതിയല്ലേ ഓർത്തിരിക്കുള്ളൂ. അപ്പോൾ പരിപാടി കഴിയുമ്പോൾ ആരാണ്ട് കൊണ്ട് എൻ്റെ ഈ 10,000 രൂപ തന്നു, ഇനി നീ തന്നോടാ എന്നിങ്ങനെ ഓരോരുത്തരോട് ചോദിച്ചാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം നമ്മളതുകൊണ്ട് കൃത്യമായിട്ട് ഇത് പ്രിയപ്പെട്ടവർ, അതൊക്കെ ചിലപ്പോൾ അതൊരു കൊല്ലത്തേക്കൊക്കെ നീണ്ടിരിക്കും. നമ്മുടെ സഭയിൽ സഹോദരന്മാർ ധനവാന്മാരായ ആരെങ്കിലും ദൈവം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ചിലപ്പോൾ പൈസ തരും. അവർ പറയും ഒരു 10 തവണയായിട്ട് തിരിച്ചു തന്നാൽ മതി, ഒരു പലിശയും കൊടുക്കണ്ട. അതിന് ആ പൈസ മേടിക്കാൻ മേടിക്കരുതോ? മേടിക്കാൻ പാടില്ല? മേടിക്കാം, കാരണം സഭയുടെ കാര്യത്തിന് വേണ്ടി അവർ തരാമെന്ന് പറഞ്ഞല്ലേ. പക്ഷെ അതെന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കേണ്ട സഭയുടെ ഉത്തരവാദിത്തം. അതിന് എഴുതി വെക്കണം. അതിനെയാണ് കണക്ക് എഴുതുക എന്ന് പറയുന്നത്. അപ്പോൾ എഴുതിയത് കൃത്യമായിട്ട് എഴുതി വെക്കണം. മേടിച്ചത് അങ്ങനെയാണ്. പലരും എൻ്റെ അറിവിൽ പലരും ചിട്ടി കൂടുന്നു,
അതുപോലെ ചിട്ടിക്ക് പൈസ കൊടുക്കുന്നു, അത് ചിലപ്പോൾ ലോൺ എടുക്കുന്നു, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. എങ്കിലും ഇതിനെല്ലാം കണക്ക് കൃത്യമായിട്ട് എഴുതണം. ഇതൊക്കെ എഴുതാതെ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഈ സംശയങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. പിന്നെ നമുക്കറിയാമല്ലോ, ഡൊണേഷനും ഗിഫ്റ്റുകളും ഒക്കെ തരും ചില സഹോദരന്മാർക്ക്. അവർക്ക് എനിക്കറിയാവുന്ന ഒരു സഹോദരനുണ്ട്, താൻ അറിയാവുന്ന ഒരു സഹോദരനെ കുറിച്ച് എനിക്കറിയാം. തൻ്റെ സ്ഥലം വിറ്റപ്പോൾ അതിൻ്റെ ഒരു നിശ്ചിത സംഖ്യ ചർച്ചിന് കൊടുത്തു. ചെറിയ തുകയൊന്നുമല്ല ഡൊണേഷൻ. അങ്ങനെ ഒരു പൈസ വന്ന് നമ്മൾ എന്ത് ചെയ്യണം? അപ്പം തന്നെ പൊട്ടടിച്ച് തീർക്കണം, അല്ലേ? എന്ത് ചെയ്യണം? അല്ല, ആളറിഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല, ആളൊക്കെ അറിയുന്നേ. ഇത് നമ്മുടെ സഭയിൽ ഇപ്പോൾ എത്ര ധനവാന്മാരുണ്ട്, അതൊക്കെ അറിഞ്ഞിരിക്കും. ആളുകൾ അറിയാൻ വേണ്ടി കൊടുത്തൊന്നുമല്ല, പക്ഷെ അറിയുന്നത് സ്വാഭാവികമാണ്. അതിനെ തന്നെ കുഴപ്പം. നമ്മളൊരാൾ അറിഞ്ഞുകൊണ്ട് അത് ആ പുള്ളിക്ക് ഭയങ്കര ഇത്, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അതിനെ അറിയുന്നതിന് തന്നെ കുഴപ്പം. അങ്ങനെയല്ല നമുക്ക് ചെക്കായിട്ടും ഗൂഗിൾ പേ ആയിട്ടും ഒക്കെ പൈസ കൊടുക്കാൻ പറ്റുള്ളൂ. അറിഞ്ഞോട്ടെ. അങ്ങനെ ആരും അറിയരുതെന്നുള്ളത് കർത്താവ് പറഞ്ഞു വെച്ചാൽ അതൊരു രീതിയായി പോകരുതെന്നുള്ളതാണ്. മറ്റുള്ള ഞാനത് ഉദാഹരണത്തിന് പറയാം. ഈ ഒറീസയിലെ അനുഭവമില്ല, അവിടെ ഇപ്പോൾ സ്വോത്രകാഴ്ച ബോക്സ് വന്നപ്പോൾ ഞാനിങ്ങനെ നോക്കി, എല്ലാവരും ഇങ്ങനെ പൈസ ഇടുക. ഇപ്പോൾ ഈ തുറന്ന പാത്രമാണ്. അപ്പോൾ ഇരിക്കുമ്പോൾ 2 പേര് അവരുടെ പോക്കറ്റിൽ നിന്ന് 100 രൂപയുടെ ഓരോ നോട്ട് എടുത്ത് ഇങ്ങനെ തുറന്ന് അതിനകത്ത് അപ്പോൾ അന്നേരം മനസ്സിലായി ഇത് എന്തിനാണ്. പാസ്റ്റർ അറിയണം, 100 രൂപ ഇട്ടത് ഞാനാണ്. അതറിയാം. പാസ്റ്ററിൻ്റെ മുമ്പിൽ പാസ്റ്ററുണ്ട്, അവിടെ ഒരു മെലിഞ്ഞ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഇടുമ്പോഴാണ് അത് പ്രോബ്ലമാണ്. മനസ്സിലായി? അല്ലാതെ ഇപ്പം ഞാനിട്ട പൈസ സഹോദരൻ അബദ്ധത്തിൽ കണ്ടു, മാത്യു സഹോദരൻ 100 രൂപ ഇട്ടിട്ടുണ്ടല്ലേ എന്നിപ്പോൾ കണ്ടത് ഞാൻ എന്താ പഴിച്ചത്, നിങ്ങൾ കണ്ടതിൻ്റെ കുഴപ്പം എന്തെയാണ്? മനസ്സിലായില്ലേ? അപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല. അത് കണ്ടോട്ടെ എന്നെക്കുറിച്ച് വല്ല നല്ല കാര്യം പറയാനുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. ഇല്ലെങ്കിൽ അല്ല, ഞാൻ വല്ല കൈക്കൂലി മേടിച്ചിട്ട് കൊണ്ട് ഇടുക എന്ന് പറഞ്ഞാൽ അതും അങ്ങനെയും പറയാം. ആളുകൾക്ക് എന്തെല്ലാം പറയാം, അല്ലേ? അതൊന്നും സാരാക്കണ്ട. അപ്പോൾ ശരി. അപ്പോൾ നമ്മൾ ഈ ഡൊണേഷനും ഗിഫ്റ്റുകളും ഒക്കെ ചിലപ്പോൾ, പക്ഷേ അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ എത്ര മാസം പൈസ വന്നു എന്ന് കൃത്യമായ കണക്കുണ്ടെങ്കിലേ നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ടാണ് അത് എഴുതി വെക്കണമെന്ന് പറഞ്ഞത്. പിന്നെ ചില ആളുകൾക്ക് ചില ഇതുണ്ട്. ഇപ്പം നമ്മൾ പലപ്പോഴും നമുക്കൊരു സ്ഥലം വാങ്ങണമെന്ന് തോന്നി, അല്ല ഒരു ചർച്ച് ഹോൾ പണിയണമെന്ന് തോന്നി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സഹോദരന്മാരോട് പറയും, ഇതൊക്കെ എഴുതി എല്ലാവരും എത്ര വെച്ച് തരാൻ പറ്റും എന്ന് നിങ്ങളൊരു എന്താ പറയുക, സ്പെഷ്യൽ പ്ലഡ്ജ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. എന്താ അതിന് പറയാം? നിങ്ങൾക്ക് ഇത് എത്ര കൊടുക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ അവരവരുടെ കഴിവനുസരിച്ച് പ്രാർത്ഥിച്ചിട്ട് 1-2 ആഴ്ച കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു നമ്പർ കൊടുക്കുക. ആ നമ്പറിൽ അടിയിൽ എഴുതി ഇനി തന്നേക്കണമെന്ന് പറയും. അതിനൊക്കെയാണ് സ്പെഷ്യൽ പ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് ഈ ആളാരാന്ന് പറയില്ല, ഇന്ന നമ്പറുകാരന് ഇത്ര തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ കൂട്ടി നോക്കും 10 ലക്ഷം രൂപയായി, നമുക്ക് സ്ഥലം മേടിക്കാം, അല്ലെങ്കിൽ കെട്ടിടം പണിയാനുള്ള പൈസയായി. ഇതിന് പ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ ഒന്നും ഒരു കൊല്ലം കൊണ്ടൊന്നും തീരുന്നതല്ല, ഇതൊക്കെ നാളുകൾ കൊണ്ട് നടക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പല വിധത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് വരുമാനങ്ങൾ വരുന്നത്. പിന്നെ നമ്മൾ ഈ ചെറിയ ട്രാക്റ്റ് വിതരണത്തിനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകും. AP ബ്രദർ ചിലപ്പോൾ പറയും, ഈ ട്രാക്റ്റ് കൊടുക്കുമ്പം ഇതിന് 5 രൂപയാണ് വില, ഈ 5 രൂപ നിങ്ങൾ മേടിക്കണം. 5 രൂപ എന്ന് പറഞ്ഞത് കണക്ക് പുസ്തകത്തിൽ കയറാൻ കൊള്ളുകയല്ലേ? 5 രൂപയാണ് 5 രൂപ. അതാണ് സുതാര്യത എന്ന് പറയുന്നത്. നമ്മൾ പുസ്തകം വിറ്റു, ട്രാക്റ്റ് കൊടുത്തിട്ട് 10 രൂപ കിട്ടി, 10 രൂപ എന്നെഴുതാനുള്ള വിവേകം നമ്മൾ കാണിക്കണം. നമ്മളത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല, പക്ഷേ അങ്ങനെയാണ് അതിൻ്റെ പ്രോപ്പർ. ഇതിനെയാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. ഇങ്ങനെ കണക്കെഴുതുന്നതാണ്. ഇനി പുറത്തുനിന്ന് നമുക്ക് ചിലപ്പോൾ വരുമാനങ്ങൾ വരും. പുറത്തുനിന്ന് എവിടുന്ന വരുമാനം വരുന്നത്? മറ്റ് സഭകൾ നമ്മളെ ചിലപ്പോൾ സഹായിക്കും. നമ്മളങ്ങനെ സഹായിക്കുന്ന പരിപാടി ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷേ സഹായിക്കുന്ന സഭകളുണ്ട്. എനിക്കറിയാം. അവർക്കൊരു ചർച്ച് ഹോൾ പണിയണമെന്ന് പറഞ്ഞപ്പം ഉടനെ ഇവിടുന്ന് അങ്ങോട്ട് പൈസ അയച്ചു കൊടുത്തു, അല്ലെ അവിടുന്ന് ഇങ്ങോട്ട് പൈസ ആവുന്നു. ഇവിടെ ഒരു സഹോദരിക്ക് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ അവിടുന്ന് പൈസ അയച്ചു. അങ്ങനെ സഹായങ്ങൾ പുറത്തുനിന്ന് നമ്മുടെ സഭകൾ തരുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് എഴുതി അക്കൗണ്ട് ചെയ്തിട്ട് അവർക്കൊരു നന്ദി പറയണം. സഹോദരന്മാരെ, നിങ്ങൾ അയച്ചു തന്ന പൈസ മാസിഡോണിയൻ സഭയ്ക്ക് പൗലോസിൻ്റെ വക നന്ദി, താങ്ക് യു, നിങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെയാണ് ചെയ്യുന്നത്. അത് ഈ കണക്കെഴുതിയാലേ ശരിയാവുള്ളൂ. കണക്കെഴുതാത്ത സഭയ്ക്ക് എന്ത് കാര്യമുള്ളത്? അതുകൊണ്ട് കണക്കെഴുതുന്ന കാര്യത്തിൽ കൃത്യത വേണം. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്കറിയാം, ഇപ്പോൾ പല ആവശ്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് സ്വന്തമായിട്ട് അവരെ പോറ്റാനും കഴിയാനും നമ്മൾ അപകടങ്ങളിൽ പെടുന്ന ആളുകളെ ഒക്കെ നമ്മൾ പലപ്പോഴും സഹായിക്കണം. അത് നമ്മൾ എന്താ ചെയ്യാറുള്ളത്? നമ്മളൊരു നോട്ടീസ് ഉണ്ടാക്കി കൊടുക്കും, എല്ലാ സഭകളിലേക്കും അയക്കും. അതിനെന്താ പേര് പറയുന്നത്? ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു ആൾക്കൂട്ടത്തിൽ നിന്ന് നമ്മൾ പിരിച്ചെടുക്കുകയാണ്. മുഖങ്ങളെ നമുക്കറിയില്ല, ആരൊക്കെ അയക്കുന്നു നമുക്ക് കൃത്യമില്ല. ചിലപ്പോൾ നമുക്കറിയാമായിരിക്കും, പക്ഷേ അതിനാണ് ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇങ്ങനെ പുറത്തുനിന്ന് നമുക്ക് പൈസ കിട്ടണം. ആ സമയത്ത് ഒരു അവിശ്വാസി അതിനകത്ത് പൈസ അയച്ചാൽ നമ്മൾ അയ്യോ അവിശ്വാസിയൊന്നും നമുക്ക് വേണ്ടെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അവരവരുടെ ഉദ്ദേശശുദ്ധിയിലാണ് അവർ നോക്കുന്നത്. ഈ സഹോദരനെ സഹായിക്കാൻ നമ്മളിപ്പോൾ വയനാട്ടിലേക്ക് പൈസ അയച്ചു, എത്രയോ സഭകൾ അയച്ചു, ആ കൂടുതൽ വേറെ ആരാണ്ടൊക്കെ അയച്ചു. അതൊക്കെയാണ് ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ കണക്കുകൾ കൃത്യമായിട്ട് അപ്പോൾ നമ്മൾ ഒരു സഭയാണ് അതിന് മുൻകൈ എടുക്കുന്നതെങ്കിൽ ആ സഭയുടെ ഉത്തരവാദിത്വമാണ് അത് മാനേജ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ചിലപ്പോൾ പുറം രാജ്യങ്ങളിൽ നിന്ന് ഇവിടുത്തെ സഭകൾക്ക്, ഇപ്പോൾ ഇന്ത്യയിലൊക്കെ അതിപ്പോൾ ബുദ്ധിമുട്ടായി, പക്ഷെ പണ്ട് അങ്ങനെ വരുമായിരുന്നു. നമ്മുടെ സഭകൾക്കൊന്നും വരാറില്ല. നമ്മളങ്ങനെ ഒരു പുറം രാജ്യങ്ങളുമായിട്ടൊരു ബന്ധങ്ങൾ അധികം ഇല്ലാത്തതുകൊണ്ട് അത് നമുക്കില്ല. ആരെങ്കിലും സഹായിക്കാനായിട്ട് പേഴ്സണലായിട്ട് വല്ല ഗിഫ്റ്റും കൊടുക്കുന്നുണ്ടോ എനിക്കറിയില്ല. സഭകൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു രീതി, അങ്ങനെ ഒരു രീതിയുണ്ട്. ഗ്രാൻറ്റുകളായിട്ടും ഗിഫ്റ്റുകളായിട്ടും കുട്ടികളെ പഠിപ്പിക്കുന്നതിനും ഒക്കെ ആയിട്ട് അങ്ങനെ കൊടുക്കുന്ന രീതികളുണ്ട്. കത്തോലിക്ക സഭയ്ക്കൊക്കെ ഇഷ്ടം പോലെ ഫണ്ട് വരുന്നുണ്ട്. അങ്ങനെ അവർ ക്രിസ്മസ് ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. നമുക്കും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വടക്കേ ഇന്ത്യയിലൊക്കെ അങ്ങനെ സഹായിക്കാൻ തയ്യാറുള്ള ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മോദി സർക്കാർ വന്നതോടുകൂടി അതൊക്കെ നിന്ന് പോയി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗ്രാൻഡ് നമ്മുടെ എന്തെങ്കിലും സ്പെഷ്യൽ പരിപാടിക്ക് ആരെങ്കിലും തന്നു, അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു സഹോദരൻ പുറം രാജ്യത്തുള്ള ഒരാൾ ഇവിടെ വന്ന് പോയ വഴിക്ക് നമുക്കൊരു ഗ്രാൻഡ് തന്നാൽ അതൊക്കെ അങ്ങനെ പുറത്തുനിന്ന് വരുന്ന ഫണ്ടുകളാണ്, നമ്മുടെ ചർച്ചിനകത്തുള്ള ആളുകൾ ഇത് ചെയ്തതല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുവാനായിട്ട് ശ്രമിക്കുക. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അത് എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം പറയാം, നമ്മൾ എന്തിനൊക്കെയാണ് പൈസ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ സഹോദരൻ പറഞ്ഞപ്പോൾ 3 മെയിൻ കാറ്റഗറി ആയിട്ടാണ് പറഞ്ഞത്. എന്തിനൊക്കെയാണ്? മിഷന് വേണ്ടിയിട്ട്, പിന്നെ രണ്ടാമത്തത് സഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, സാധുക്കളുടെ സംരംഭം. അതിനെ നമ്മളൊന്ന് വിസ്താര രൂപത്തിലൊന്ന് പരിശോധിച്ചാൽ എന്തൊക്കെയായിരിക്കും നമ്മുടെ ആവശ്യങ്ങൾ, എന്തിനൊക്കെയായിരിക്കും. മിഷൻ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. മിഷൻ സപ്പോർട്ട് എന്ന് പറയുമ്പം നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടി വിശാലമായിട്ട് അതിനെ മനസ്സിലാവും. മിഷൻ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ സഹോദരൻ പറഞ്ഞു അവിടെ മിഷൻ സപ്പോർട്ടിൽ നമുക്ക് അവരുടെ പിള്ളേർക്ക് 3 നേരം കഞ്ഞി ആഹാരം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ പേഴ്സണൽ നീഡുകളാണ് വ്യക്തികളുടെ. ഞാൻ മിഷനിൽ കുറേ നാൾ വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ അനുഭവങ്ങൾ വെച്ച് ഇപ്പോൾ പലപ്പോഴും പല കാര്യങ്ങൾ പറയുമ്പോൾ അത് പലതും വേദന ഉളവാക്കുന്ന അനുഭവങ്ങളാണ്. കാരണം നമ്മുടെ കാഴ്ചപ്പാടുകളുടെ പ്രശ്നം. എനിക്ക് ആരോടും വ്യക്തിപരമായിട്ട് വിരോധം എന്നുള്ളതുകൊണ്ടല്ല. ഞാനും മിഷനിലേക്ക് പോകുന്നതിന് മുമ്പ് വരെ എൻ്റെയും ധാരണ അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ആരോടും പരാതിയൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ പല കാര്യങ്ങളും വളരെ തിക്തമായ അനുഭവങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളാരും ഇപ്പം അങ്ങോട്ട് പോകാത്തത്. അവരുടെ കാർന്നവന്മാർക്ക് ലഭിച്ചത് അവർ കണ്ടു, അവരുടെ കുഞ്ഞുങ്ങൾ കണ്ടു, അവർ അതിനോട് താല്പര്യപ്പെടുന്നില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ പല കാര്യങ്ങൾക്ക് താല്പര്യം വരാം. എന്തുകൊണ്ടാണ് ആളുകൾ കൊടുക്കാത്തതെന്ന് സഹോദരൻ പറഞ്ഞതിനൊരു കാരണമുണ്ട്. ആ കാരണം കൊടുക്കാത്തതിൻ്റെ കാരണം കൊടുക്കുന്നവന് ഭൗതിക തലത്തിൽ കുറവ് കാണും, റിഫ്ലക്റ്റ് ചെയ്യും. ഭൗതിക തലത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ആളുകളെ മാനിക്കുകയല്ല സഭ മാനിക്കുന്ന ആരാ? ഗൾഫിൽ മക്കൾക്ക് ജോലിയുള്ളവരും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരായവരെയാണ് സഭ മാനിക്കുകയുള്ളൂ. സഭ മാനിക്കുന്ന അങ്ങനെ ആകുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? എന്തിനാ ഞാൻ കൊടുത്തത്? എൻ്റെ കുഞ്ഞുങ്ങളും പോട്ടെ, പഠിക്കട്ടെ, അവരും പഠിച്ച് വലിയ അമേരിക്കയിലും UK-യിലും കാനഡയിലും ഒക്കെ പോട്ടെ, അപ്പോഴാണ് നമുക്ക് മാന്യത കിട്ടൂ. ഇതൊക്കെ വലിയൊരു വിഷ്യസ് സർക്കിളാണ്. ഇതൊക്കെ ഒരു വിഷ്യസ് സർക്കിളാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സഭ ആരെയാണ് യഥാർത്ഥത്തിൽ മാനിക്കേണ്ടത്? ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി വില കൊടുത്തവരെയും അതുപോലെ അതിനുവേണ്ടി തങ്ങളുടെ ജീവിതങ്ങളെ മാറ്റിവെച്ചവരെയും ആദരിക്കുന്നുണ്ടോ? എനിക്ക് അവിടെ ഞാൻ 16 കൊല്ലം ഇത് ചെയ്തിട്ട് എന്നെ ഒരു ഫോൺ കോളിലൊന്ന് വിളിച്ച ആളുകൾ എത്ര പേരെ എനിക്ക് വിരലിലെണ്ണി പറയാം, അത്രയും പേരേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പിന്നെ താല്പര്യം എടുക്കുന്നത്? ആര് താല്പര്യം എടുക്കും? കാര്യം ശരിയാണ്, ഞാൻ ആരെയും വിളിച്ച് നോക്കിയിട്ടൊന്നുമല്ല, നമ്മൾ കർത്താവിനെ നോക്കിയാണ് കടന്നു പോയത്. ഞാൻ പറഞ്ഞത് ഇതുപോലുള്ളൊരു കാരണങ്ങൾ കൊണ്ടാണ് ആത്മീക ശുശ്രൂഷ മേഖലകളിൽ ഇന്ന് ആളില്ലാതെ പോകുന്നെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾ എന്നോട് യോജിക്കുകയോ യോജിക്കാതിരിക്കുകയോ ചെയ്യാം, അത് ഓരോരുത്തരുടെ താല്പര്യം. പക്ഷേ ഇതാണ് സംഭവം. കാരണം ആത്മീയ മേഖലകളിൽ കാര്യങ്ങൾ ചെയ്യുന്നവർക്കല്ല മാന്യതയില്ല. നമ്മളെന്തിനാണ് മാന്യത കൊടുക്കുന്നത്? മാന്യത കൊടുക്കുന്നത് നമ്മുടെ പ്രതിച്ഛായ എങ്ങനെയാണെന്നുള്ളത് വെച്ചാൽ. നമ്മുടെ പ്രതിച്ഛായ എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രതിച്ഛായയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ആ പ്രതിച്ഛായ അല്ല ഇന്ന് ആളുകൾക്ക് വേണ്ടത്. ഇന്നത്തെ പ്രതിച്ഛായ നമ്മൾ എന്ത് ജോലി ചെയ്യുന്നു, എവിടെ നമ്മൾ എത്രമാത്രം പൈസ ഉണ്ടാക്കി, നമ്മുടെ കുഞ്ഞുങ്ങൾ ആരായി തീർന്നു, ഇതൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പ്രതിച്ഛായ നിർണ്ണയിക്കപ്പെടുന്നത് എന്ന് വരുമ്പോൾ ആളുകളാരും താല്പര്യപ്പെടില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കേണ്ടത് മിഷൻ സപ്പോർട്ട് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് വളരെ കൃത്യമായ ആലോചനയോടുകൂടി പ്രാർത്ഥനയോടുകൂടി തന്നെ ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ്. മാസത്തിലെ ആദ്യത്തെ സൺഡേ കിട്ടുന്ന പൈസയെല്ലാം കൂടെ ഏതെങ്കിലും ഒരു ഫണ്ടിലേക്ക് ഇട്ടു, നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി അത് ആർക്ക് പോയി, എതിലേ പോയി? ഞാൻ പറഞ്ഞ നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് എല്ലായിടത്തും കൊണ്ട് എത്തിക്കാൻ കഴിയില്ല. പോകുന്നത് അതിൽ തന്നെ പൊക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കർത്താവേ,
ഈ പണം ഇത് യോഗ്യമായ കരങ്ങളിൽ എത്തിച്ചേരണം. ഞങ്ങൾക്ക് പകരക്കാരായി, ഞങ്ങളുടെ പ്രതിനിധികളായി ഇങ്ങനെയുള്ള കഠിന പ്രദേശങ്ങളിൽ വേല ചെയ്യുന്ന സഹോദരങ്ങൾക്കാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും അതിനെക്കുറിച്ചൊരു ഭാരമുണ്ടാകുകയും ചെയ്യുന്ന സഭകൾ എത്രയുണ്ട്? ചുരുക്കമാണ്. ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല, ഉണ്ട്, പക്ഷെ വളരെ ചുരുക്കമാണ്. അപ്പോൾ മിഷൻ സപ്പോർട്ട് എന്ന് പറയുന്നത് മിഷൻ ഫീൽഡുകളിൽ ഒത്തിരി കാര്യങ്ങൾ സാധിക്കാറുണ്ട്. അവിടെ നമ്മൾ വളരെ വെർജിനായ ലാൻഡാണ്. അവിടെ ചെന്നേച്ച് ഒരുത്തനും അങ്ങനെ പൗലോസിൻ്റെ കാലത്ത് പൗലോസ് ആദ്യം ചെല്ലുന്നത് സിനഗോഗുകളിലാണ് പോയി പ്രവർത്തിക്കുക. എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഒന്ന് മനസ്സിലാവണമല്ലോ. അങ്ങനെ പറഞ്ഞ് മനസ്സിലാകുന്ന സ്ഥലത്തേക്ക് ചെന്ന് അവരിൽ നിന്നാണ് പിന്നെ ജാതികളിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. പൗലോസ് അങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. നമ്മളിന്ന് ചെല്ലുന്ന സ്ഥലങ്ങളിൽ ഈ ജാതികളായ ആളുകളേ ഉള്ളൂ. ദൈവത്തെക്കുറിച്ച് പറഞ്ഞാലോ പാപത്തെക്കുറിച്ച് പറഞ്ഞാലോ ഒന്നും മനസ്സിലാകാത്ത ആളുകളുടെ അടുത്താണ് പോകുന്നത്. അപ്പം ഈ പോകുന്ന മിഷണറിമാരുടെ കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ നമുക്കൊരു സെൻസിറ്റിവിറ്റി വേണം. അതിനെപ്പറ്റി നമുക്കൊരു സംവേദനം വേണം. എന്താ ഇങ്ങനൊരു കാര്യമാണ് അവർ ചെയ്യുന്നതെന്നുള്ളത്. അങ്ങനെ കൊടുക്കുമ്പോഴാണ് കൊടുക്കാനുള്ള താല്പര്യം വർദ്ധിക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോഴാണ് ഈ പറഞ്ഞ സഹോദരന്മാർ അവിടെ പോയി കിടക്കുകയാണല്ലോ, അവർ അതിനുവേണ്ടി കഷ്ടപ്പെടുകയാണല്ലോ എന്നുള്ളൊരു ഫീലിംഗ് നമ്മുടെ ഹൃദയത്തിൽ. അങ്ങനെ കൊടുക്കുമ്പോഴാണ് അത് കൃത്യമായിട്ട് ആ മിഷൻ സപ്പോർട്ടാണ് ശരിയായിട്ടുള്ള സപ്പോർട്ടെന്ന് പറയുന്നത്. അപ്പോൾ ആ മിഷൻ ഫീൽഡുകളിൽ ചിലപ്പോൾ അവിടെയുള്ള സഹോദരങ്ങൾ പോകുമ്പോൾ നമ്മൾ ചെന്ന് കയറുമ്പോഴായിരിക്കും അവിടെ കുഞ്ഞുങ്ങൾക്ക് വസ്ത്രമില്ല, അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു. നമ്മളവിടെ ഒരു സുവിശേഷമൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പം കയ്യിലിരിക്കുന്ന പൈസ എടുത്ത് കൊടുക്കണം, പോയി ആഹാരം മേടിച്ചുകൊണ്ട് വരാൻ. പ്രവർത്തിക്കുന്ന സഹോദരന്മാർ പലപ്പോഴും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളാണ്. അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാൻ വെച്ചിരുന്ന പൈസയായിരിക്കും ചിലപ്പോൾ എടുത്ത് കൊടുക്കുന്നത്. അവരാരും ഇങ്ങോട്ട് അറിയിക്കില്ല. തോമസ് സഹോദരൻ പറഞ്ഞല്ലോ, അവരാരും ഇങ്ങോട്ട് ആരും പറയാറില്ല. ഞാനൊരു സഹോദരന് ഒരു പ്രാവശ്യം പൈസ അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്നെ ഏൽപ്പിച്ച്, എൻ്റെ സ്വന്തം പൈസ എന്നെ ഒരാളെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ ആ സഹോദരന് യാദൃച്ഛ്യമായിട്ട് അയച്ചു കൊടുത്തു. സഹോദരൻ എനിക്ക് ഇപ്പോഴേ അയച്ചു, സഹോദര ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ മാസത്തെ വാടക എങ്ങനെ കൊടുക്കുമെന്ന്. സഹോദരൻ അയച്ചു തന്നതിന് സന്തോഷം. ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത് എന്ത് ഗതികേടാന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മിഷൻ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ വളരെ ആഴമേറിയ ഒരു കാര്യമായിട്ട് മനസ്സിലാക്കി അതിനുവേണ്ടി നമ്മൾ തുറന്ന മനസ്സോടെ ചെയ്യണം. അതാണ് ഫണ്ട് യൂസേജ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഓണറേറിയം ടു ദ സ്പിരിച്വൽ ലീഡേഴ്സ് ഓഫ് ദ ചർച്ച്, നമ്മുടെ സഭകളിൽ പഠിപ്പിക്കുന്ന നമ്മുടെ മൂപ്പന്മാരാകട്ടെ അല്ലെങ്കിൽ ഇടയ ശുശ്രൂഷ ചെയ്യുന്ന മറ്റ് സഹോദരങ്ങളാകട്ടെ, നമ്മളിപ്പോൾ അബ്രഹാം തോമസ് സഹോദരനും എ പി ജോസഫ് സഹോദരനും ഒക്കെ കൊടുക്കാൻ താല്പര്യമുള്ളവരാണ്. പക്ഷേ ഇവിടെ നമ്മുടെ സഭകളിൽ ശുശ്രൂഷ ചെയ്യുന്ന സഹോദരന്മാർക്കും കൊടുക്കുന്നത് പരിപാടിയുണ്ട്. നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. ചെയ്യണമെന്നും ഞാൻ നിർബന്ധിക്കില്ല. പക്ഷേ അവരുടെ കഷ്ടപ്പാടുകളും നമ്മൾ ഓർക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അവരും സമയം മാറ്റിവെച്ച്, അവർ റബ്ബർ വെട്ടാൻ പോകേണ്ട സമയം മാറ്റി വെച്ച് കുത്തിയിരുന്ന് നോട്ടും ഒക്കെ എഴുതിയാണ് നമ്മളെ പഠിപ്പിക്കാണ്ട് വരുന്നത്. അവർ പോകേണ്ട സ്ഥലത്ത് പോകാതിരുന്നിച്ചാണ് അവർ വന്ന് വൈകിട്ട് ബൈബിൾ ക്ലാസ്സിന് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതൊക്കെ അതിനെയാണ് ഓണറേറിയം ടു അവർ സ്പിരിച്വൽ ലീഡേഴ്സ്. നമ്മൾ ചെയ്യുന്നില്ല. പല സഭകളുടെയും കണക്ക് പുസ്തകം യാദൃച്ഛികമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സഭയിലും ഇങ്ങനെ ഒരു പരിപാടിയില്ല. ഒരു സ്ഥലത്ത് ഒരു ഓണറേറിയം അവിടുത്തെ മൂപ്പന്മാർക്ക് കൊടുത്തതായിട്ട് കണ്ടിട്ടില്ല. അവരൊട്ട് മേടിക്കുകയില്ല. അവർ മേടിക്കാൻ വേണ്ടിയൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് പല സഭകളിലും സഹോദരന്മാർ മൂപ്പന്മാരാകാനേ താല്പര്യപ്പെടാത്തത്? കാരണം കിട്ടുന്നത് മുഴുവൻ തെറിയാണ്, അല്ലാതെ വേറെ ഒരു കാര്യമില്ല. എന്ത് ചെയ്താലും അപമാനവും അവഹേളനവുമാണ് അവർക്ക് കിട്ടുന്നത്. അവരെ വിമർശിക്കാൻ ഒരു ലൈസൻസും ആവശ്യമില്ല. വല്ല ലൈസൻസും ആവശ്യമുണ്ടോ? ഒരു പരിപാടിയില്ലാതെ നടക്കുന്നവരെ വിമർശിക്കാൻ പറ്റില്ല. കാരണം അവൻ ചിലപ്പോൾ പിടിച്ച് ഇടി തരും, അല്ല ചിലപ്പം ചീത്ത വിളിച്ച് ശരിയാക്കും. ഈ പാവങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കുക. ഞാൻ എല്ലാവരെയും പാവങ്ങൾ എന്നുള്ള കാറ്റഗറിയിലൊന്നും പെടുത്തുന്നില്ല. എങ്കിലും അങ്ങനെ ഒരു ദുരിതമുണ്ട്. ഞാൻ പറയുന്നത് ഒരു ജനറലായ പ്രസ്താവനയാണ്, നമ്മളത് ഓർക്കേണ്ട കാര്യമാണെന്ന് പറയുകയാണ്. പിന്നെ മിഷണറിമാരും സുവിശേഷ പ്രവർത്തകർക്കും മിഷൻ ടീം മെമ്പേഴ്സ്, ഫുൾ ടൈം വർക്കർ എന്നൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മിഷൻ ടീമിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്ന അതൊക്കെ നമ്മൾ കണ്ടെത്തി കൊടുക്കണം. അതാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ആവശ്യമായിരിക്കുന്നത്. പിന്നെ സുവിശേഷ പ്രവർത്തനത്തിന് നമ്മുടെ ഔട്ട്റീച്ച് വർക്കുകൾക്ക്, നമ്മൾ സുവിശേഷ പ്രവർത്തനം എന്ന് പറയുമ്പോൾ പോകുമ്പം എവിടുന്നെങ്കിലുമൊക്കെ കുറേ ട്രാക്റ്റ് വല്ലവരും അടിച്ചിറക്കിയത് കൊണ്ടുവന്ന് അതുകൊണ്ടായി വിതരണം ചെയ്ത് അങ്ങ് പോകും. ആ ട്രാക്റ്റ് വായിച്ചേച്ച് ഇത് എന്തെഴുതി കൊടുത്തവനും വായിച്ചിട്ടില്ല, അതിൽ എഴുതിയിരിക്കുന്ന നമ്പരും അറിയില്ല. ഇതാണ് നമ്മുടെ പലപ്പോഴും ഔട്ട്റീച്ച് പരിപാടികൾ. ഇതൊക്കെ മാറ്റി നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാനായിട്ട് നമുക്കുണ്ടാകണം. നമ്മുടേതായ ട്രാക്റ്റുകൾ എഴുതി ഉണ്ടാക്കി കൊടുത്ത് നമ്മൾ പോകാനായിട്ട് ഒരുക്കി. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പരിപാടി. പിന്നെ നമുക്ക് ഭൗതികമായ ഇപ്പം സഭയുടെ ചിലവുകൾ എന്ന് പറഞ്ഞു. ഞാൻ എഴുതിയപ്പോൾ ഇതൊന്നും പെട്ടെന്ന് എഴുതിയതുകൊണ്ട് അതിൻ്റെ ഒരു ഓർഡറൊന്നും വന്നില്ല. ഞാനൊക്കെ ഇടയ്ക്ക് കയറി ഇറങ്ങിയൊക്കെ വരും. അപ്പോൾ നമ്മുടെ ചിലവുകൾ സഭയ്ക്ക് ചിലപ്പോൾ സഭാ ഹോള് ചിലപ്പോൾ വാടകയ്ക്കായിരിക്കും, വാടക കൊടുക്കണം. കറണ്ട് ബില്ല്, വെള്ളം, അത് അടിച്ചു വാരുന്നതിന് ചിലപ്പം ചിലവുകൾ വരും. മിക്കവാറും സ്ഥലങ്ങളിൽ അതിൻ്റെ ആവശ്യമില്ല, സഹോദരന്മാർ തന്നെ അതൊക്കെ ചെയ്യുന്നു. അല്ലെ ഭക്ഷണ ചിലവുകൾ.
പിന്നെ ഫെലോഷിപ്പ് എക്സ്പെൻസസ്, പിന്നെ നമ്മുടെ ഫർണിച്ചർ, കസേര മേടിക്കുന്നത്, അതുപോലെ എന്തെങ്കിലും സൗണ്ട് സിസ്റ്റം, ഇങ്ങനെ എന്തെല്ലാം ചിലവുകളാണ് സഭകൾക്കുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒരു സിസ്റ്റമായിട്ട് മ്യൂസിക് ടീമിന് കൊടുക്കുന്നു. മ്യൂസിക് ടീമിന് അവർക്ക് ചിലപ്പോൾ അത് പാടാൻ വരുന്നു, അവർക്കൊരു ചായ മേടിച്ചു കൊടുത്തു. മ്യൂസിക് ടീമിന് വല്ലപ്പോഴും ഒന്ന് അവരെ ഒന്ന് ഉത്സാഹിപ്പിക്കുന്നു. അതിനൊക്കെ നമ്മൾ നമ്മുടെ കണ്ണ് തുറന്ന് നോക്കണമെന്നേ. ഈ മ്യൂസിക് ടീം ഇവർ വന്ന് ഈ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കില്ലേ, ഇതുങ്ങൾ എന്തായാലും കഷ്ടപ്പെടുന്നു, ഇതിൻ്റെ പുറകിൽ അവർക്ക് എന്തായാലും അധ്വാനം. വല്ലപ്പോഴും അവരെയൊക്കെ ഒന്ന് വിളിച്ച് വാടാ ഒരു ബിരിയാണി അടിച്ചിട്ട് പോടാന്ന് പറഞ്ഞ് അവരെ ഒന്ന് വിളിച്ചുകൊണ്ട് പോകണം. അത്രയെങ്കിലും ചെയ്യാൻ മേലേ. ഇതൊന്നും നമ്മൾ ചെയ്യില്ല. ബിരിയാണി മാത്രം കൊടുത്താൽ പോരാ, അതുങ്ങൾക്ക് ചിലവുണ്ട്. അതുങ്ങൾ പിന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട്, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, ട്രാവലിംഗ്. ഈ സുവിശേഷ പ്രവർത്തനത്തിനൊക്കെ പോകുമ്പോൾ ചില സഹോദരന്മാരൊക്കെ അവരുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നവരാണ്. ചിലപ്പോൾ അവർ കർത്താവിനോടുള്ള സ്നേഹത്തിന് കൂടത്തിൽ വരുന്നവർക്കും ചാപ്പാട് ചിലപ്പോൾ മേടിച്ചു കൊടുക്കും. എത്ര പ്രാവശ്യം അവർ ചെയ്യും? ഇതൊക്കെ സഭയാണ് ചെയ്യേണ്ടത്. ഇതൊന്നും ഈ സഹോദരന്മാരെ ഏൽപ്പിക്കേണ്ട. അവരവരുടെ ഓഫറിംഗ് ബോക്സിൽ കൊണ്ട് പൈസ ഇടട്ടെ, സഭ ചെയ്യട്ടെ. അതൊക്കെ എന്തിനാ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? എന്നിട്ട് അവർ തമ്മിൽ മത്സരമാക്കും. ബില്ല് ഞാൻ കൊടുക്കാം എന്നും പറഞ്ഞ് ഇത് എന്തിനീ ബഹളം വെക്കുന്നു? എന്നിട്ട് കൊടുക്കാൻ പറ്റാത്തവർ, അതങ്ങനെ ഒരു പ്രശ്നം. അവരോട് പറയാം, നിങ്ങൾ ഓഫറിംഗ് ബോക്സിലില്ല, അല്ലെ അതിനൊരു പൊതു കളക്ഷൻ ബോക്സ് ഇട്ടിട്ട് അവിടെ ഇടുക. കൊടുക്കേണ്ടതിന് അതിന് രണ്ടുപേരെ ഏൽപ്പിച്ച് അവരോട് കൊടുക്കാൻ പറയാം. അവർ കണക്ക് എഴുതട്ടെ. ഈ കണക്ക് എഴുതുന്ന പരിപാടി ശരിക്കും നടക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ എത്ര കൊടുക്കുന്നുണ്ടെന്നും എത്രയാണ് നമ്മുടെ പരിപാടി ചിലവുകൾ നടക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പഠിക്കുന്നത്. അതാണ് ആധുനികമായി നമുക്ക് ലഭിച്ച അറിവിൻ്റെ പരിജ്ഞാനത്തിൽ നമ്മൾ വിദഗ്ധരാകേണ്ട കാര്യം. അതൊന്നും ചെയ്യുന്നില്ലേ? അപ്പോൾ ഈ സിസ്റ്റമൊക്കെ ഒന്ന് മാറ്റണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഈ ട്രാവലിംഗ് എക്സ്പെൻസസ്, പെട്രോൾ അടിക്കുന്നത്, ഇത് എത്ര വണ്ടികളാണ് ഓടുന്നത്. നമ്മുടെ ഇടയിൽ ദൈവം അനുഗ്രഹിച്ച ചില സഹോദരങ്ങളുള്ളതുകൊണ്ട് അവരുടെ പോക്കറ്റിൽ നിന്ന് അതെടുത്ത് പോകും. നമ്മൾ കുശാലായിട്ട് കയറി AC കൊണ്ട് നമ്മളും പോകും. അതല്ലാതെ അതിനെക്കുറിച്ച് ഒരു ചിന്തയില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. അതൊക്കെ ഞാൻ പറയുന്നത്, നമുക്കിതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പ്രാക്ടിക്കൽ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുമ്പോഴല്ലേ ഇതൊക്കെ ഓർമ്മ വരുള്ളൂ. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ വേണമെന്ന് പറയുന്നത്. വല്ലപ്പോഴും ഇതുപോലത്തെ ഇതൊക്കെ വേണമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അതുപോലെ നമ്മുടെ ഇടയിൽ സംസാരിക്കാം. ഇന്നിപ്പോൾ ടോമിച്ചൻ സോറൻ ഇവിടെ വന്നു. ടോമിച്ചൻ സോറൻ ദൂരെ നിന്ന് കഷ്ടപ്പെട്ട് ഇവിടെ വന്നു, പൈസയും ചിലവാക്കി വണ്ടിക്കൂലിയും വന്നു പോകുന്നില്ല. ഹലോ ടോമിച്ചൻ സാറെ പൊക്കോ എന്ന് പറഞ്ഞാൽ വിടുന്നതാണോ ശരി? അവർ ഗസ്റ്റ് സ്പീക്കേഴ്സാണ്. അവർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഓണറേറിയം കൊടുക്കണം, അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം. അത് ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും അതിനെക്കുറിച്ച് ബോധം വേണം. ഉണ്ടെങ്കിൽ ആ ബോധം അനുസരിച്ച് 10 രൂപയാണെങ്കിൽ 10 രൂപ എടുത്ത് എവിടെ ഇടണം? ഓഫറിംഗ് ബോക്സിൽ ഇടണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അല്ലാതെ ഇതൊന്നും നടക്കുന്നില്ല. ആരാണ്ടൊക്കെ ഏതൊക്കെയോ വന്ന് പോകുന്നു, അവർക്ക് കൊടുക്കുന്നുണ്ട്. ആർക്കറിയാം? ഒരു പിടിയില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പം മീറ്റിങ്ങൊക്കെ കഴിയുമ്പോൾ അവർ കിടന്ന് നെട്ടോട്ടോടി സഹോദരൻ എന്താ കൊടുക്കുക, എത്ര കൊടുക്കാനുണ്ടോ, ചില്ലറയുണ്ടോ, അതാണോ ഇതാണോ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞത്, നമ്മളൊരു പദ്ധതി പ്ലാൻ ചെയ്യുമ്പോൾ, ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ സൂക്ഷിക്കാനായിട്ട് കഴിഞ്ഞാലേ ഇതൊക്കെ നടക്കുള്ളൂ. അതുപോലെ മറ്റൊരു മേഖലയാണ് സഹോദരൻ പറഞ്ഞത്, പാവപ്പെട്ടവരെ സഹായിക്കുക എന്ന് പറയുന്നത്. ഈ അസിസ്റ്റൻസ് ടു ദ നീഡി. എങ്ങനെയാണ് നമ്മൾ ഈ പാവപ്പെട്ടവരെ കണ്ടെത്തുക? പാവപ്പെട്ടവരെ സഹായിച്ചു എന്ന് പറഞ്ഞ് 30% സഹോദരൻ 30% മാറ്റി വെച്ചു. എത്രേ? 20% മാറ്റിയും വെച്ചിട്ടുണ്ട്. ഇനി ഈ പാവപ്പെട്ടവരെ എങ്ങനെ കണ്ടെത്തും? ഇതൊക്കെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം. ഈ പാവപ്പെട്ടവരാരാണ്? നിങ്ങൾക്കറിയാം, ഇന്ന് പാവപ്പെട്ടവരെന്ന് പറയുന്ന പലരും പാവപ്പെട്ടവരൊന്നും അല്ല. ഈ വഴിയിലൂടെയൊക്കെ തെണ്ടികളായിട്ട് നടക്കുന്നവർ ആരും പാവപ്പെട്ടവരല്ല. ഒരു 10 പൈസ ആർക്കും കൊടുത്തേക്കരുത് കേട്ടോ. അവരെക്കുറിച്ചൊക്കെയുള്ള ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നതനുസരിച്ച് ഇവരൊക്കെ ഭയങ്കര ധനവാന്മാരാണ്. പ്രത്യേകിച്ച് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന, മറ്റ് ദേശങ്ങളിൽ നിന്ന്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ. ഇവരാരും പാവപ്പെട്ടവരല്ല. ഇതൊക്കെ ഒരു മാഫിയയാണ്. അപ്പം ആ തരത്തിലുള്ള മാഫിയകൾ എന്താണ് നമ്മളെയും ഒക്കെ സ്വാധീനിക്കാം. അങ്ങനെ ആയിരിക്കുകയല്ല സ്വാധീനിക്കുന്നത്. നമുക്ക് എൻ്റെ ഒരു അനുഭവം പറയാം. ഒരു സഹോദരൻ ഒരു വാക്യം എടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഈ ദരിദ്രന്മാരെ ഓർക്കണമെന്നൊരു വാക്യമില്ലേ സഹോദര? ഉണ്ട്. അപ്പം ഞങ്ങളെയൊക്കെ ഓർക്കണം. എങ്ങനെയുണ്ട്? അപ്പം ഞാൻ പറഞ്ഞു, അതങ്ങനെയാണ്. വേല ചെയ്യാതിരിക്കുന്നവൻ തിന്നാൻ യോഗ്യനല്ല എന്നൊരു വാക്യമുണ്ടെന്ന് സഹോദരൻ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അത് നിങ്ങളെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. പോയി വേല ചെയ്യണം. അപ്പോൾ നമുക്കങ്ങനെ ഒരു വാക്യത്തിൻ്റെ കസർത്ത് കളിക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ധനവാന്മാരെ പാവപ്പെട്ടവരെന്ന് പറയുന്ന ആളുകളെ കണ്ടെത്തുന്നത് നമുക്കൊരു പ്രൂഡൻസ് ആവശ്യമുണ്ട്. അത് ആ കാര്യം കൃത്യമായിട്ട് കണ്ടെത്തിയില്ലെങ്കിൽ അങ്ങനെ സഭ മാറ്റിവെക്കുന്ന പണം അതങ്ങനെ കളയുവാനായിട്ട് വരരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അതുപോലെ ചിലപ്പോൾ നമുക്ക് ചില ഫണ്ടുകളൊക്കെ നമുക്ക് മാറ്റിവെക്കുകയും അത് ഉപയോഗിക്കാനായിട്ട്, കാരണം നമുക്ക് ചിലപ്പം ഇപ്പോൾ
അങ്ങനെ ഈ 20% പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന പൈസ എല്ലാ മാസവും അങ്ങനെ ചിലവാക്കാനായിട്ടൊന്നും സാധിച്ചെന്ന് വരില്ല. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം? ഒരു ഫണ്ടായിട്ട് സൂക്ഷിച്ചു വെക്കണം. ആ ഫണ്ടായിട്ടിരിക്കുന്ന പൈസ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും വയനാട്ടിൽ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അവിടെ ചില പാവപ്പെട്ട വിശ്വാസികൾ അതിൽപ്പെട്ടു. അപ്പോഴേ ഈ ഫണ്ടിൽ നിന്ന് പൈസ എടുത്തു. അന്നേരം ഉടനെ ഒരു കളക്ഷന് വേണ്ടി ഓടേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ ഓൾറെഡി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ചർച്ചിൻ്റെ ഫണ്ട് മാനേജ് ചെയ്യുന്നതിൽ സൂക്ഷിക്കേണ്ടത്. ഇപ്പോൾ ഇവരെ ഓർക്കുമോ, ഞങ്ങളൊരു പാവപ്പെട്ട സഭ, ആകെ 10-15 പേരേ ഉള്ളൂ, സ്വോത്രകാഴ്ചപ്പെട്ടി എണ്ണിയാൽ ആകെ 1500 രൂപ അല്ല 2000 രൂപ കിട്ടുള്ളൂ, ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും നടത്താൻ നമ്മുടെ ഇല്ല എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഉത്തരം ഓൾറെഡി ആര് തന്നിട്ടുണ്ട്? സഹോദരൻ തന്നിട്ടുണ്ട്. ഞാൻ പറയട്ടെ, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം. ഒരു സഭയിൽ ആണ്ടിലൊരിക്കൽ സഹോദരന്മാർക്ക് അതായത് ഫുൾ ടൈം പ്രവർത്തകർക്ക് ആണ്ടിലൊരിക്കലും അവരുടെ ഫണ്ടിൽ നിന്ന് അവർ കുറച്ച് പൈസ കൊടുത്ത് എല്ലാവർക്കും ആ വർഷാവസാനം അത് കണക്ക് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അവരെടുത്ത് ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്നവരാണ്. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റം അത് അഭൂതപൂർവമായ രീതിയിൽ അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞു. ഇന്ന് അവർ പൈസ കൊടുക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമെന്ന് പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അവർക്ക് അവരുടെ ആ കാഴ്ചപ്പാട് മാറ്റിയെടുക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അത് സംഭവിക്കാത്ത കാര്യമൊന്നുമല്ലെന്നേ. നമ്മൾ ഈ 1500-2000 എന്ന് പറയുന്ന ഇതൊന്നും അല്ല. എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും പൈസ ഇല്ലാത്തതെന്നറിയോ? നമ്മൾ പൈസയെക്കുറിച്ചാണ് കൂടുതൽ വ്യാകുലപ്പെടുന്നത്. കർത്താവിൻ്റെ പരിപാടി അനുസരിച്ച് അതല്ല, നമ്മൾ പരിപാടികളെക്കുറിച്ചാണ്. നമുക്കൊരു സഹോദരനെ സപ്പോർട്ട് ചെയ്യണമെന്ന് നിങ്ങളൊന്ന് തീരുമാനിച്ചേ. ആ സഹോദരന് 2000 രൂപ വെച്ച് കൊടുക്കണം, എല്ലാ മാസവും കൊടുക്കണം. പക്ഷെ നമുക്ക് സ്വോത്രകാഴ്ചപ്പെട്ടിയിൽ ആകെ കൂടെ വരുന്നത് മാസം 5000 രൂപയാണ്. നമ്മുടെ ചിലവ് എല്ലാം കൂടെ കഴിഞ്ഞ് മിച്ചം 1000 രൂപ കാണും. ബാക്കി 1000 എവിടെ നിന്നുണ്ടാവും? അതാണ് നമ്മുടെ കൺസേൺ. അതുകൊണ്ട് എന്ത് ചെയ്യാം? 1000 കൊടുത്ത് ഒഴിവാക്കാം. അങ്ങനെയല്ല, 2000 കൊടുക്കണമെന്നുള്ളത് കർത്താവിനോട് പറയുന്ന 2000 കൊടുത്ത് തുടങ്ങുക. അത് കൊടുത്ത് തുടങ്ങുമ്പോൾ എന്തോ സംഭവിക്കും? തീർച്ചയായിട്ടും അത് സഭയിൽ പ്രാർത്ഥനാ വിഷയമായിട്ട് ചെയ്തു കഴിയുമ്പോൾ നമ്മളുടെ ആവശ്യങ്ങളുമായി എത്തുമ്പോൾ കർത്താവ് പണം തൻ്റെ ഭണ്ഡാരങ്ങളെ തുറന്ന് നമുക്ക് തരുമെന്നുള്ളതാണ്. എത്രയോ അനുഭവങ്ങളുണ്ടെന്നറിയോ? നമ്മൾ പ്രോഗ്രാമാണ് കണ്ടുപിടിക്കേണ്ടത്, നമ്മൾ പണത്തിൻ്റെ സ്രോതസ്സല്ല തപ്പേണ്ടത്. എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുക സഭകളൊക്കെ, എന്നിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വരാം. അപ്പം മിഷന് വേണ്ടിയില്ലേ നമുക്ക് 50% കൊടുക്കേണ്ടത്? അപ്പോൾ 50% എന്നുള്ളത് നമ്മൾ ആലോചിച്ച്, കർത്താവേ ഇന്ന സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന സുവിശേഷ പ്രവർത്തകർക്ക് അല്ല അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് എനിക്ക് കൊടുക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ വ്യത്യാസപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടും എൻ്റെ അനുഭവത്തിലുള്ളത്. ഇപ്പോൾ സഹോദരനും അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ പ്രോഗ്രാമൊക്കെ വരാറുണ്ട്, അങ്ങനെയുള്ള ചിലവുകൾ വരും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള പ്രോഗ്രാമിനൊക്കെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കളക്ഷൻ അല്ലെ സ്പെഷ്യലായ ഫണ്ടുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതെല്ലാം ഞാൻ പറഞ്ഞു വന്നത് കണക്കെഴുതുന്നതിനെക്കുറിച്ചുള്ള ഒരു കൃത്യത നമുക്ക് സൂക്ഷിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ പെർസെൻറ്റേജ് വൈസ് അത് നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം. അപ്പോൾ 50% കൊടുക്കണോ, 60% കൊടുക്കണോ, അതോ അതിൽ കുറച്ച് കൊടുക്കണോ എന്നുള്ളതൊക്കെ അതാത് സഭകളാണ് തീരുമാനിക്കുക. ഇതൊന്നും ആരുടെയും നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ലോ. ഒരു മിഷണറിയോ ആരും നീക്കില്ല. അത് എവിടെ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, ഇതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. എനിക്ക് പറയാനുള്ള ഒരൊറ്റ വിഷയം എന്തേ ഉള്ളൂ. കൊടുക്കുന്നത് ചെയ്തത് എന്തായിരുന്നാലും എന്തുണ്ടാവണം? കണക്കുണ്ടായിരിക്കണം, കൃത്യമായ കണക്കെഴുതി. ഈ കണക്കെഴുതുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം പ്രധാനപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം തെളിവുകൾ വേണം. തെളിവുകളില്ലാതെ അത് ഞാൻ കൊടുത്തായിരുന്നു എന്ന് പറഞ്ഞാൽ അത് തെളിവാവില്ല. പറഞ്ഞു മനസ്സിലായല്ലോ? പലപ്പോഴും ആളുകളുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ കണക്കെഴുതുമ്പം അവരുടെ അക്കൗണ്ടിലും വേറെ എവിടുന്നും ഒക്കെ കുറച്ച് കയ്യിൽ നിന്നും പോക്കറ്റിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ എടുത്ത് പൈസ കൊടുക്കുകയും മേടിക്കുകയും കിട്ടുന്നതൊക്കെ അതിലേക്ക് ഇടും. എവിടെയൊക്കെ കണക്ക് എഴുതി വെക്കും. കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം മറന്നു പോകും. കണക്കെഴുതുന്നവർ എൻ്റെ പൊന്നു സഹോദരന്മാരെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങളും നിങ്ങളുടെ സഭയുടെ കണക്കിൽ രണ്ടും രണ്ടാണ്. നിങ്ങൾ വേറെ, സഭ വേറെ. അങ്ങനെ തന്നെ സൂക്ഷിക്കണം. സഭയ്ക്ക് വേണ്ടി ഇപ്പോൾ സഭയ്ക്ക് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞല്ലോ. അത് ഇപ്പോഴത്തെ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് ചില പ്രശ്നങ്ങളുണ്ട്. 2 സ്ട്രേഞ്ചേഴ്സിന്, ബന്ധങ്ങളില്ലാത്ത 2 പേർക്ക് ഒരു അക്കൗണ്ട് ഇപ്പോൾ തുടങ്ങാൻ പറ്റില്ല പുതിയ കാലത്ത്. പഴയ അക്കൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തുടരാം, പക്ഷെ പുതുതായിട്ട് സമ്മതിക്കില്ല. ചേട്ടനോ അനിയനോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പനും മകനോ അമ്മയും മകനോ അങ്ങനെയൊക്കെ ഉള്ളൊരു ബന്ധങ്ങളുള്ളവർക്ക് ഇപ്പോൾ ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങാൻ പറ്റുമോ? അതുകൊണ്ട് അത് അത്ര എളുപ്പമായിരിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ഈ ട്രസ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ട്രസ്റ്റിനൊരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രസ്റ്റിന് നമുക്ക് ഈ ചർച്ചിൻ്റെ ആ ഒരു മാനേജ്മെൻറ്റ് പോലെ ട്രസ്റ്റിനെ കൊണ്ടു നടക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. എന്നാൽ അതിൻ്റെ ഈ അക്കൗണ്ട് സിസ്റ്റത്തിനൊക്കെ വേണ്ടിയിട്ട് അതിനെ അങ്ങ് ഉപയോഗിക്കാം എന്ന്
നമ്മളൊരു പരീക്ഷണ ഘട്ടത്തിൽ ഇങ്ങനെ 1-2 സ്ഥലങ്ങളിലൊക്കെ ട്രസ്റ്റ് ആരംഭിച്ചിട്ടുണ്ട്. അത് വിജയിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അതിനെക്കുറിച്ച് അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പറയുന്നില്ല. ട്രസ്റ്റിനൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രസ്റ്റിൽ വരുന്ന പൈസ, ആ വർഷത്തെ പൈസ ആ വർഷം തന്നെ ചിലവഴിക്കണം. 15% മാറ്റി വെക്കാൻ പറ്റും. 1 ലക്ഷം രൂപ ഈ വർഷം വന്നു കഴിഞ്ഞാൽ 85,000 രൂപയും ഈ വർഷം തന്നെ ചിലവാക്കിയിരിക്കണം. 15,000 രൂപയെ അടുത്ത കൊല്ലത്തേക്ക് കയറ്റി പോകാൻ പറ്റും. ആ 15,000 രൂപ അടുത്ത കൊല്ലവും ചിലവാക്കിയിരിക്കണം. അല്ലെങ്കിൽ അത് സർക്കാരിന് നമ്മളതൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതൊക്കെ പ്രശ്നമാവും. അപ്പോൾ അങ്ങനെ ട്രസ്റ്റ്, NGO എന്നൊക്കെ പറയുന്നതിന് ചില പരിമിതികളുണ്ട്. ഇതൊന്നും ഇപ്പോൾ പറയാൻ നേരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ അങ്ങ് വിടുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണക്കുകൾ എഴുതുമ്പോൾ എന്താണ്, 2 പേര് ചേർന്ന്, മിനിമം 2 പേര് ചേർന്ന് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. സ്തോത്രകാഴ്ചപ്പെട്ടി തുറന്ന് എണ്ണുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന സഭകൾ എത്ര പേരുണ്ട്? കൈ പൊക്കണ്ട, ഉണ്ടോയെന്ന് ചോദിച്ചതേ ഉള്ളൂ. ഈ കർത്താവെ, ഈ സ്തോത്രകാഴ്ച, കർത്താവെ ഈ ദിവസത്തെ കളക്ഷനാണല്ലോ, ഇത് ഞങ്ങൾ എണ്ണാൻ പോവുകയാണ്, ഇത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആണ് ഇത് എണ്ണേണ്ടത്. ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യാവുന്ന കാര്യമാണ്. ഞാൻ ചെയ്യുന്ന ആരാന്നൊന്നും ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ചെയ്യാൻ പറ്റുന്നെങ്കിൽ 2 പേര്, ആ എണ്ണുന്നവർ 2 പേര് ഇരുന്ന് ചെയ്യണം. സ്തോത്രകാഴ്ചപ്പെട്ടിന്ന് കൈയിട്ട് വാരി എത്ര കഥകളുണ്ടെന്നറിയോ? നമ്മുടെ സഭയിലുണ്ട്. ഒരു ബ്രദറൻ സഭയിൽ നിന്ന് 2,000 രൂപ എല്ലാ ദിവസവും, എല്ലാ ആഴ്ചയിലും അടിച്ചു മാറ്റിയ ഒരു പാർട്ടീനെ കയ്യോടെ പൊക്കിയ ഒരു കഥ എനിക്കറിയാവുന്ന, നേരിട്ടറിയാം. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നമ്മുടെ സഭകളിലും ഉണ്ട്. സംഭവം എവിടെയാണ് നടന്നതെന്ന് എന്നോട് ചോദിക്കരുത്, ഞാൻ പറയുകയില്ല. പക്ഷേ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒന്നും സംഭവിക്കാതെ, ഇതൊക്കെ നമുക്ക് ദൈവത്തിന് മുമ്പാകെ കണക്ക് കൊടുക്കേണ്ട ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ ഈ രീതിയിൽ തന്നെ അതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ജോയിൻ്റ് അക്കൗണ്ട് കണക്കെഴുതുന്ന ഒരാൾ എഴുതണം. കണക്ക് അങ്ങനെ എഴുതിയ ശേഷം എന്താണ് ചെയ്യേണ്ടത്? അതിനെല്ലാം രേഖകളുണ്ടാകണം. വരുന്നതിന് ഒരു രസീത് ബുക്ക് ഉണ്ടാക്കിയിട്ട് ഈ ആഴ്ചത്തെ പൈസ വന്നത് ഇത്രയെന്ന് എഴുതണം. വെറുതെ ഒരു പുസ്തകത്തിൽ മാത്രം എഴുതിയാൽ പോരാ, ഒരു രസീത് ബുക്ക് പോലെ. അതിന് വൗച്ചർ എന്ന് പറയും. ആ വൗച്ചറിൽ എഴുതി ഇന്നത്തെ വരുമാനം, ഇന്നത്തെ DG, ഇന്നത്തെ സ്പെഷ്യൽ കളക്ഷൻ, ഇന്നത്തെ ഈ ഫണ്ട്, ഓ ഫണ്ട്, ആ ഫണ്ട് എല്ലാം അങ്ങനെ ലിസ്റ്റ് ചെയ്ത് എഴുതി വെച്ചിട്ട് അവിടുന്നാണത് ക്യാഷ് ബുക്കിലേക്ക് പോകണം, നമ്മുടെ നോട്ട് ബുക്കിലേക്ക് പോകണം. അപ്പോൾ 2 തെളിവായി. ഇനി ഒരു കാശ് ബുക്ക് അങ്ങ് പോയെന്ന് വിചാരിച്ചോ, ബൈ ചാൻസ് ബൈക്കേ പോകുമ്പോൾ തെറിച്ചു പോയി, എവിടെയും ഒരു പിടിയില്ലേ. പക്ഷേ ഈ സാധനം സഭയിലിരിപ്പുണ്ട്. നമുക്ക് പിന്നെ അത് ഉണ്ടാക്കിയെടുക്കാം. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് ഈ വൗച്ചർ ഉണ്ടാക്കണമെന്ന് പറയാം. നമുക്കിതൊക്കെ തലവേദനയാണെന്ന് തോന്നും. ഇതൊക്കെ വലിയ പൊല്ലാപ്പാ എൻ്റെ സഹോദരൻ, ഇത് നടക്കുന്ന കാര്യമില്ല, ഇത് തന്നെ എഴുതാൻ എണ്ണാൻ തന്നെ സമയമില്ല, അന്നേരം നമ്മൾ എഴുതാൻ പോകുന്നു. അങ്ങനെയൊക്കെ പറയുന്നവരോട് നമുക്ക് ഒരു രക്ഷയില്ല. പക്ഷേ ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അതുപോലെ ഓരോ ചെലവും എന്തിനാണെന്നുള്ളത് ഒരു വൗച്ചർ ഉണ്ടാക്കണം. ആ വൗച്ചറിൽ എന്ത് ചെയ്യണം? ഇന്ന കാര്യത്തിന് വേണ്ടി പൈസ ചിലവാക്കിയെന്ന് പറഞ്ഞ് അതിൽ എഴുതി ആ 2 പേര്, അതിനെ ബന്ധപ്പെട്ട 2 പേര് ഒപ്പിടണം. പിന്നെ അതിന് ഒരു സപ്പോർട്ടിങ് ഇതുണ്ട്. നമ്മൾ വല്ല സാധനം മേടിച്ചാണെങ്കിൽ അതിൻ്റെ ബില്ല് കാണും, ഇല്ലേ? ഇപ്പോൾ ഫാൻ മേടിക്കുമ്പോൾ ചുമ്മാ ഇപ്പോഴത്തെ കാലത്ത് GST മേടിക്കാൻ വേണ്ടി വെള്ളക്കടലാസിൽ എഴുതി, വെള്ളക്കടലാസെങ്കിൽ വെള്ളക്കടലാസ്, എന്തെങ്കിലും കടലാസ് അത് എഴുതി തന്നത് എന്ത് ചെയ്യണം? നമുക്ക് അതല്ല. എന്നിട്ട് ഞാൻ പറയുന്നത്, ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, അത് സഭയുടെ ഏതെങ്കിലും ഒരു മൂപ്പനെ കൊണ്ട് ഒന്ന് കൗണ്ടർ സൈൻ ചെയ്യണമെന്നാണ്. അപ്പോൾ നാളെ ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു ചോദ്യം വരുമ്പോൾ ഈ കഴുത്തൊക്കെ കയറി പിടിക്കുമ്പോൾ പറയാമല്ലോ, എൻ്റെ പൊന്നു സഹോദരൻ, നിങ്ങളല്ലേ അത് കൗണ്ടർ സൈൻ ചെയ്ത് ഇങ്ങോട്ട് തന്നത് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് പഠിക്കണം സഹോദരങ്ങളെ. ഇത് കണ്ടോ, അത് വൗച്ചർ തൃശ്ശൂർ സഭയുടെയാണ്, അവരുപയോഗിക്കുന്നതാണ്. എന്ത് ട്രാൻസാക്ഷൻ, ഇത് 2നും ഉപയോഗിക്കുന്നുണ്ടോ? പേയ്മെൻറ്റിനും റെസിപ്റ്റിനും ഇത് തന്നെയാണ്. പേയ്മെൻറ്റിനുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ റെസിപ്റ്റിനും ഇതുപോലെ ഒരെണ്ണം വെക്കുന്നതാണ് നല്ലതാണ്. കാരണം ഇങ്ങനെയൊക്കെയുള്ള അപകടങ്ങളുണ്ടെന്നേ. അപ്പം നമ്മൾ എല്ലാത്തിനും സുതാര്യതയാണ്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ എന്ത് പറ്റും? നമുക്ക് കൃത്യമായ ഇതാണ്. നമ്മളിപ്പോൾ എത്രയോ സഭകളിലാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു സഭയിലെ പറഞ്ഞ് അത് പൈസ വന്നതും ചിലവാക്കിയതൊന്നും ചോദിക്കുക, അതിൻ്റെ തെളിവും കാണുന്നതൊന്നുമില്ല. കെട്ടിടം പണിതില്ലേ? കെട്ടിടം പണിതു, കെട്ടിടമല്ലേ നിൽക്കുന്നത്, അതിന് എന്തേരം പൈസ വന്നു? ഇപ്പം ഇതല്ലേ നോക്ക്, ഇതല്ലേ തെളിവ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അല്ലേ ഫാൻ മേടിച്ചില്ല, ഫാൻ ഇത് എത്ര രൂപ? അതിന് 2,500 രൂപ. അത് എവിടെയാ സഹോദര ബില്ല്? ഫാനല്ലേ ഇരിക്കുന്നത്, വലിയ എന്ത് ബില്ല്? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്ത് ചെയ്യും? വീട്ടിൽ നടക്കും, സ്വന്തം ഭാര്യയോടും പിള്ളേരോടും ഒക്കെ ചിലപ്പോൾ നടക്കും. പക്ഷെ അത് ചെയ്യരുത്. അതൊക്കെ വലിയ അന്യായങ്ങളാണ്. ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. ഇവരെ ആരെയും നമുക്ക് സംശയമൊന്നുമില്ല. ഇവരാരും വീട്ടിൽ കൊണ്ടുപോയി കട്ട തിന്നെന്നോ
പക്ഷേ അവർ പോലും അറിയാതെ ഈ ട്രാപ്പിൽ ചെന്ന് പെടുകയെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞെന്താണ്, വരുമാനം നമ്മൾക്ക് ഇങ്ങോട്ട് വരുന്ന വരുമാനം, അതിന് റവന്യൂ എന്ന് പറയും, അല്ലെ ഇൻകം. ആ ഇൻകം എന്ത് ചെയ്യണം, ഇതുപോലൊരു വെള്ളക്കടലാസിൽ എഴുതി അത് കാർബൺ കോപ്പി വെച്ച് എഴുതാമെങ്കിൽ ഒന്നുകൂടെ നല്ലത്. അത് കീറി ഒരു സ്ഥലത്ത് ഫയലിലിടുക, മറ്റത് അവിടെ ബുക്കിലിരിക്കുക. എൻ്റെ പൊന്നു സഹോദരന്മാരെ, ഇനി നാളെ എന്താ വരാൻ പോകുന്ന അറിയില്ല. ഈ സർക്കാരൊക്കെ ഇപ്പം നമ്മളെ ഇങ്ങനെ ഇതൊക്കെ പറയും, ഒരു കൊല്ലോ 2 കൊല്ലോ കഴിയുമ്പോൾ അവരൊരു നിയമം ഉണ്ടാക്കി വരും. ഇങ്ങനെ സഭകളെന്നും പറഞ്ഞൊക്കെ കൂടി വരുന്നതിൻ്റെയൊക്കെ കണക്ക് എഴുതിക്കൊണ്ട് വന്നില്ലേ അവനെയൊക്കെ ശരിയാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടുന്നെങ്കിലും ഉണ്ടാക്കണ്ടേ ഇതൊക്കെ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ റെസിപ്റ്റ് ബുക്കിനൊന്നും നിങ്ങൾ വലിയ പൈസ ഇങ്ങനെ അടിക്കാനൊന്നും നിർബന്ധമൊന്നുമില്ല. ഇതൊക്കെ മാർക്കറ്റിൽ കിട്ടും. 15 രൂപ കൊടുത്താൽ ഇതുപോലത്തെ ചെറിയ പുസ്തകം മേടിക്കാൻ കിട്ടും. അതിൻ്റെ കാർബൺ കോപ്പി വെച്ച് എഴുതിയാൽ, എന്നിട്ട് നമ്മുടെ സഭയുടെ പേരും മുകളിൽ എഴുതിയണമെന്നേ ഉള്ളൂ. ഇപ്പോൾ കട്ടിളപ്പൂവും സഭ എന്ന് എഴുതിയാൽ കട്ടിളപ്പൂവും സഭയുടെ ആയി. ഒരു നമ്പറിട്ട് പോകണം. എല്ലാത്തിനും ബില്ലിന് നമ്പറുണ്ടാവും. നമ്പറില്ലാതെ എഴുതിയേക്കരുത്. 1, 2 എന്ന് പറയുന്നത് ഇതിൽ ബില്ലിന് നമ്പറുണ്ട്, വൗച്ചർ നമ്പറുണ്ട്. അപ്പോൾ നമ്പറിട്ട് പോകണം, ഡേറ്റൊക്കെ എഴുതണം. അപ്പോൾ അങ്ങനെ ചെയ്ത് പോകുമ്പോൾ അതാണ് അങ്ങനെയാണ് അതിന്. അപ്പോൾ ഇതുപോലെ രേഖകൾ വെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ആ രേഖകൾ വെക്കുന്നതെല്ലാം അതിലൊക്കെ ഒപ്പും സിഗ്നേച്ചറും ഒക്കെ വാങ്ങിക്കും. ഇതൊന്നും വലിയ പണിയൊന്നുമില്ല. ഒരു സഭയിൽ എത്ര ഇത് കാണും, എത്ര പേയ്മെൻറ്റ് ഇതിന് മാത്രം വരും. ഞാൻ ഒരു ദിവസം യൂണിയൻ ബാങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന കാലത്ത് എനിക്ക് ഒരു ദിവസം ഒരു 350-400 വൗച്ചറിൽ ഞാൻ ഒപ്പിടണം. ഞാൻ മാനേജറായിരുന്നുകൊണ്ട് എനിക്ക് എല്ലാ വൗച്ചറിലും ഒപ്പിടണം. വൗച്ചർ ഒപ്പിട്ട് എൻ്റെ കൈ കഴിച്ചിട്ട് അവസാനം ഞാൻ ഒന്നും നോക്കില്ല, വെറുതെ ഒപ്പിട്ട് പോകുമായിരുന്നു. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ സാർമാർ പോയിട്ടുണ്ട്, എനിക്ക് കൗണ്ടർ സൈൻ ചെയ്യാമെന്ന് പറഞ്ഞ പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ ഒപ്പിട്ട് പോകും. ഞാൻ എൻ്റെ കൈ കഴിച്ച് പോയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഭാരമൊന്നും നമുക്കില്ലല്ലോ. അതിനെനിക്ക് ശമ്പളം തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ശമ്പളം കിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. എങ്കിലും 3-4-5 വൗച്ചറല്ലേ ഒപ്പിടാനുള്ളൂ. അതൊക്കെ ഒന്ന് എഴുതി ഒന്ന് തഴക്കായി കഴിഞ്ഞാൽ പെട്ടെന്ന് അതൊക്കെ കാര്യം സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 1-2 ചോദ്യങ്ങൾ സഹോദരങ്ങൾ പറഞ്ഞത് ഞാൻ പെട്ടെന്ന് ഇതിന് വേറൊരു കാര്യം, ഇങ്ങനെ മാസം തോറും ഇങ്ങനെയുള്ള കണക്കുകളൊന്ന് കൂട്ടിമുട്ടിക്കണം. നമുക്ക് എവിടെയെങ്കിലും തളപ്പഴ പറ്റിയോ, നമ്മൾ എഴുതിയതിന് എവിടെയെങ്കിലും തെറ്റുണ്ടോ, കയ്യിലിരിക്കുന്ന ബാലൻസ്, ബാക്കി പൈസ ഉണ്ടല്ലോ. ഇപ്പോൾ ഇന്ന് ഈ ആഴ്ച 5000 രൂപ സ്വത്രകാഴ്ച വന്നു, 3000 രൂപ പോയി, ചിലവായി പോയിട്ട് 2000 രൂപ ഉണ്ട്. അതിനെയാണ് ബാക്കി നീക്കിയിരിപ്പെന്ന് പറയും. നീക്കിയിരിപ്പ് ഒരാളോട് സൂക്ഷിക്കാനായിട്ട് പറയും. 2 പേർക്കും കൂടെ 2000 രൂപ എങ്ങനെ സൂക്ഷിക്കും? പകുതി 1000 നീ വെക്കുക, 1000 നീ വെക്കുക എന്ന് പറയേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരാൾ വെച്ചാൽ മതി. അങ്ങനെ വെക്കുക. അല്ലെങ്കിൽ അത് ഒരു ലിമിറ്റ് കഴിയുമ്പോൾ അതുകൊണ്ട് ബാങ്കിൽ അടയ്ക്കുക. അങ്ങനെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ചെറിയ തുകയൊക്കെ കൈ വെക്കാം. ഒരു നിശ്ചിത തുക കഴിയുമ്പോൾ അത് ബാങ്കിൽ കൊണ്ട് അടയ്ക്കുക. കാരണം ബാങ്കിൽ വെക്കുന്നതാണ് സുരക്ഷിതം. അപ്പോൾ അങ്ങനെ ചെയ്തു പോകുമ്പോൾ ഈ നീക്കിയിരിപ്പ് വേണം അടുത്ത മാസത്തിലും കാണിക്കണം. ഞാൻ ഏതോ ഒരു ഇതിൽ കേട്ടു, നീക്കിയിരിപ്പൊന്നും ആരും പറയാറില്ല. എത്ര ബാക്കി ഇരിപ്പുണ്ടെന്നുള്ള വിവരം ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ചിലവും വരവിൻ്റെയും കാര്യം പറയാണ്ട് എത്ര ബാക്കിയുണ്ടെന്ന് ആർക്കും അറിയില്ലെന്ന്. അതൊന്നും കണക്കൊന്നുമല്ല. നീക്കിയിരിപ്പ് കൃത്യമായിട്ട് സൂക്ഷിക്കണം. എല്ലാ വർഷവും, എല്ലാ മാസവും, എല്ലാ വർഷവും ഒക്കെ നീക്കിയിരിപ്പ് കൃത്യമായിട്ട് എഴുതി പോകുവാനായിട്ട് ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ കണക്കുകളൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് അത് ഓരോ ഹെഡ് വൈസ്, ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നമ്മൾ എത്രമാത്രം ഓഫറിങ് ഈ മാസം വന്നു, 4 ആഴ്ച അല്ലെ 5 ആഴ്ചയുടെ ഓഫറിങ് ടോട്ടൽ ഇത്ര, അതിൽ സ്പെഷ്യൽ ഓഫറിങ് ഇത്ര, DG ഇന്ന സഹോദരന് കൊടുക്കാൻ അല്ലെ ഇന്ന ആവശ്യത്തിന് കൊടുക്കാനായിട്ട് DG വന്നു. ഇതെല്ലാം ഒരു വശത്ത്. മറ്റേ വശത്ത് എന്താണ്, ഈ പറഞ്ഞ പോലെ ചിലവുള്ള DG കൊടുത്തത് ഇത്ര, അല്ലെങ്കിൽ സഹോദരന്മാരെ സപ്പോർട്ട് ചെയ്ത് ഈ മാസത്തെ മിഷൻ ഫണ്ട്, ഈ മാസത്തെ പാവപ്പെട്ടവരെ സഹായിച്ചത്, സഭയിൽ അരി മേടിച്ചത്, ഇങ്ങനെയെല്ലാം വെച്ച് കൂട്ടിമുട്ടി നീക്കിയിരിപ്പമൊക്കെ കൃത്യമാകുമ്പോൾ അപ്പുറം ഇപ്പുറവും കൂട്ടിമുട്ടി കണക്ക് ശരിയായി. മനസ്സിലായില്ലേ? അങ്ങനെയാണ് കണക്ക് ശരിയാക്കുന്നത്. അത് കണക്ക് ശരിയായി കഴിയുമ്പോൾ ഇതിങ്ങനെ എല്ലാ വർഷവും ആകുമ്പോൾ ഒരു വർഷത്തെ കണക്ക് കൃത്യമായിട്ട് എഴുതണം. ഒരു വർഷത്തെ കണക്ക് എഴുതി തലേ വർഷത്തെ നീക്കിയിരിപ്പിനോട് ചേർത്ത് വെച്ച് എഴുതിയ ശേഷം ഈ വർഷത്തെ നീക്കിയിരിപ്പ് വെച്ച് ഈ വർഷത്തെ കണക്ക് ക്ലോസ് ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് എന്താണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ എന്താണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. അത് കഴിഞ്ഞൊരു ബാലൻസ് ഷീറ്റും വരും, നീക്കിയിരിപ്പിൻ്റെ എല്ലാ കഥകളും ഒക്കെ പറഞ്ഞു. ഈ സാധനമാണ് നമ്മൾ ഇൻകം ടാക്സിലേക്കൊക്കെ അയക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കുഞ്ഞ് സഭകളായതുകൊണ്ട് ഒരു പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ 3 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്കൊന്നും ചെയ്യണ്ട. നമ്മളൊക്കെ പല സഭകളും 3 ലക്ഷത്തിനൊക്കെ മുകളിലായി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ നമ്മളിപ്പോൾ അത് ആരും അറിയാതെ നടക്കുന്നതുകൊണ്ടാണ് ഇതൊന്നും വേണ്ടാത്തത്. നിയമപരമായി വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങോട്ട് പോകണം, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കണം, അല്ലെങ്കിൽ നമ്മളതിൻ്റെ എക്സംഷൻ മേടിക്കണം. നിയമപരമായ പല മൂലാമാലകളുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ അടുത്ത വേറൊരു ക്ലാസ്സിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അത് നമ്മൾ ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കോഴ്സിൽ ഇതിൻ്റെ ആവശ്യമില്ല. നമ്മൾ അടുത്ത കോഴ്സിലൊക്കെ അത് ചെയ്യുന്ന ആളുകൾ അവർക്ക് വേണ്ടി മാത്രം നമുക്കത് പഠിക്കാം.
അപ്പോൾ ഇങ്ങനെ ഈ റെക്കോർഡുകളൊക്കെ സൂക്ഷിച്ചു വെക്കണം. നിങ്ങൾക്കറിയാമോ, ഇൻകം ടാക്സിലേക്ക് പോകുന്ന റെക്കോർഡുകളാണെങ്കിൽ 14 കൊല്ലം സൂക്ഷിച്ചു വെക്കണം സ്ഥാപനങ്ങൾ. വടക്കേ ഇന്ത്യയിൽ ഞങ്ങളൊരു NGO നടത്തിയിരുന്നു ഒരു 6 കൊല്ലം. വളരെ സക്സസ്ഫുള്ളായി കടന്നു പോയതാണ്. നമ്മളുടെ റെക്കോർഡുകളൊക്കെ ഓഡിറ്ററുടെ അടുത്ത് പോയപ്പം ആ ഓഡിറ്റർ നമ്മളോട് പറഞ്ഞു, നിങ്ങളെപ്പോലെ അക്കൗണ്ട്സ് എഴുതുന്ന ഒറ്റ സ്ഥാപനത്തിൻ്റെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അങ്ങനെയാണ് ഞങ്ങളുടെ ബൈബിൾ ഞങ്ങളെ പഠിപ്പിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെയാണെന്ന് പറഞ്ഞ്. അപ്പോൾ പുള്ളി അത് പറഞ്ഞു, ഇത് ഭയങ്കര അത്ഭുതം, ഇത്രയും ഈ 5 രൂപയ്ക്കും 10 രൂപയ്ക്കും ഒക്കെ ഇങ്ങനെ വൗച്ചർ എഴുതേണ്ട കാര്യമുണ്ടോ സാറേ എന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്തു പോയിട്ട് അത് കോവിഡ് കാലത്ത് നിന്ന് പോയി, അത് പിന്നെ അങ്ങ് പൂട്ടിപ്പോയി. അപ്പോൾ എന്തായാലും പുതിയ നിയമങ്ങളൊക്കെ വന്നു. ആ സാധനവും പെട്ടിയും കള്ളാസും എല്ലാം ഇപ്പോഴും വെച്ചിരിക്കുകയാണ്. 14 കൊല്ലം കഴിയാതെ എടുത്ത് ദൂരെ കളയാൻ പറ്റില്ല, അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം. ഇപ്പം നമ്മൾ അങ്ങനെ ഈ നൂലാമാലകളിലൊന്നും പെടാതെ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങളെടുത്ത് കളഞ്ഞാലും പ്രശ്നമില്ല. പക്ഷേ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇതൊക്കെ പഠിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഞാൻ പറയട്ടെ.